പുതിയൊരു വീഡിയോയിലേക്ക് അതാണ് നോക്കൂ. ഫൈനലി നമ്മൾ അങ്ങനെ ഇന്ന് നമ്മൾ നമ്മുടെ ക്യാമറയുടെ ലെൻസ് മേടിക്കാൻ വേണ്ടി പോവാണ്. ഏതാണ്ട് നമ്മൾ കുറേ നാളായി നമ്മൾ ക്യാമറ മേടിച്ചിട്ട്, ഏതാണ്ട് ഒരു മാസത്തോളമായി. ഗൈസ് നോക്കൂ, അതിനിടയിൽ നമുക്ക് ലെൻസ് മേടിക്കാൻ വേണ്ടി പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുറേ കാര്യത്തിൽ തിരക്കായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ ഡിലേ ആയി അല്ലേ ഗൈസ്. ലെൻസ് അധോലോകം ഗൈസ്. ഞങ്ങളിപ്പോൾ ഉള്ളത് എറണാകുളത്താണ്. അങ്ങനെ ഇന്നലെ നമ്മൾ വീട്ടിൽ നിന്ന് വന്ന് ഇപ്പോൾ എറണാകുളത്ത് വണ്ടിയുടെ പരിപാടിയും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പോവാണ്. ഗൈസ് നോക്കൂ, നമ്മുടെ ആദ്യത്തെ പ്രിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോളത്ത് കിടക്കുന്ന ഈ ഒരു സൈഡിൽ കാണുന്ന ഈ ക്യാമറ S1 സിനിമ ലൈൻ ക്യാമറ വെച്ചായിരിക്കും നമ്മുടെ വീഡിയോ ഷൂട്ട്. പ്ലീസ് അപ്രൂവ് ചെയ്ത അതേ ക്വാളിറ്റിയിലാണ് ഇനി ഞങ്ങളെ വീഡിയോ വരുന്നത്. ബ്ലോഗ് ഗൈസ് നോക്കൂ, അതായത് നമ്മൾ ഇനി സിനിമ ക്യാമറ വെച്ചാണ് ബ്ലോഗ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഗൈസ് നമ്മൾ നേരെ എറണാകുളത്തോട്ട് പോവാണ് ലെൻസ് വാങ്ങിക്കാൻ വേണ്ടി. അപ്പൊ അതിന് മുന്നായിട്ട് ഞങ്ങൾ വണ്ടി കൊണ്ടുവന്നില്ല കേട്ടോ. വണ്ടി കൊണ്ടുവരാത്തതുകൊണ്ട് ഞങ്ങൾ അഖിലിന്റെ വണ്ടി വല്ലതും വാങ്ങിക്കേണ്ടി വരും. എന്നിട്ട് ആ വണ്ടിയും കൊണ്ട് വേണം പോകാൻ വേണ്ടി. കാരണം അടുത്ത ദിവസം ഈ വണ്ടി കൊണ്ടുവരാൻ വേണ്ടി ജോസ്മി സാർ വരും. പിന്നെ അതേപോലെ തന്നെ ഈ വണ്ടി, അതായത് നമ്മുടെ ഈ വണ്ടി ഞാനും കൊണ്ടുപോകും. ഇതിന്റെ പരിപാടികൾ ഇവിടെ തകൃതിയായി ഓരോന്നോരോ നടക്കുകയാണ്. നമുക്ക് ആദ്യം പോയി പിന്നെ സാധനങ്ങൾ ഓരോന്ന് വാങ്ങിച്ചിട്ട് വരാം. എന്നിട്ട് വണ്ടിയുടെ പരിപാടികൾ ബാക്കി തീർക്കാം. ഇവിടെയൊക്കെ ലൈനും സംഭവങ്ങളൊക്കെ ഇട്ടെല്ലാം സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേ നമ്മുടെ പരിപാടികൾ പരിപാടി തീരും. ഗൈസ് നോക്കൂ, നമുക്ക് എത്രയും പെട്ടെന്ന് പോയിട്ട് വരണം കേട്ടോ. കാരണം വണ്ടിയുടെ പരിപാടി തീർക്കണം. ഗൈസ് ഞങ്ങൾ നേരെ എറണാകുളം പോകുന്നു. ലെൻസ് അതായത് 20, 24, 105 ലെൻസ് വാങ്ങിക്കുന്നു. എന്നിട്ട് അത് വാങ്ങിച്ചിട്ട് നമ്മൾ ക്യാമറ ഇടുന്നു. ആ ക്യാമറ കൊണ്ടാണ് ഇനി ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വി ട്രേഡേഴ്സിലാണ് ഞങ്ങൾ പോകുന്നത്. വി ട്രേഡേഴ്സിൽ പോയാണ് ലെൻസ് മേടിക്കുന്നത്. അവരാണ് നമുക്ക് ബെറ്റർ ഓപ്ഷനിൽ ബെറ്റർ പ്രൈസിന് ലെൻസ് തന്നത്. അഖിലിൻ്റെ വണ്ടിയുടെ താക്കോല് അഖിലിനോട് ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. വെരി ഗുഡ്. അവിടെ റൂമിൽ മറന്നു വെച്ചു. ഓക്കെ ഗൈസ്, ഇവിടെ ലൈനും കാര്യങ്ങളൊക്കെ ഓരോ നിട്ടുകൊണ്ടിരിക്കുക. CCTV ആണോ ഗൈസ്? CCTV കേട്ടോ. ഇവിടെ പെയിൻ്റൊക്കെ അടിച്ച് കുട്ടപ്പനാക്കി നിർത്തിയത് കേട്ടോ. ഓ വാവ്. ഇന്നൊന്നും കൂടെ സെറ്റപ്പ് ചെയ്യാണ്ട് ഇതിനെക്കുറിച്ച് വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഇതിന് ഇനി നമുക്ക് ദിവസങ്ങൾ ഇനി നമുക്ക് ഏകദേശം 5 ദിവസത്തിനുള്ളിൽ നമുക്ക് യാത്ര ചെയ്യണം. എന്നാലേ നമ്മൾ നേപ്പാളിൽ എത്തുള്ളൂ. നേപ്പാളിൽ നിന്ന് കാഠ്മണ്ഡു വഴി നമുക്ക് ചൈന ബോർഡറിൽ എത്താൻ പറ്റുള്ളൂ. എന്നിട്ട് അവിടുന്ന് കിർഗിസ്ഥാൻ, റഷ്യ അങ്ങനെ പോകണം. 42 രാജ്യമുണ്ട്, ഓർമ്മയില്ലാത്ത ഞാൻ പറയുന്നില്ല. ഫൈനലി നമ്മളങ്ങനെ കുറേ നാളുകൾ കൂടി നമ്മുടെ S1H ഉപയോഗിക്കാൻ വേണ്ടി പോകട്ടോ. ഈ വണ്ടിയാണ് ഹോൺ അടിച്ചതെന്നുള്ളത് എനിക്ക് ഉറപ്പായി. ഇത് അഖിലിൻ്റെ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ അഖിലിൻ്റെ ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. കുറേ പേര് കുറേ പേര് പറഞ്ഞു ഇത് നിങ്ങൾ ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ അഖിലിനെ കോൺടാക്ട് ചെയ്താണ്. അപ്പോൾ അവനെ കിട്ടുന്നതായിരിക്കും. നമ്മുടെ കുട്ടനെ അതേ കിടക്കുന്നു കേട്ടോ. കുട്ടനെ വന്നിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ. ഫൈനലി നമ്മളങ്ങനെ നേരെ പോവാണ്. വീട്ടയുടെ സൗത്ത് MG റോഡ് ഭാഗത്താട്ടോ ഇത്. അതായത് ണ്ട് ഹൈക്കോർട്ട് ഭാഗത്താണ് നമ്മുടെ ഈ ഒരു കട വരുന്നത്. എങ്ങനെയാണെങ്കിൽ നമുക്ക് അരമണിക്കൂർ വേണ്ടേ ഇവരെ? അരയൊന്നും പോരാ. അവിടെ ചെന്നിട്ട് ലൊക്കേഷൻ ഇടാം. ഇവര് എണ്ണ അടിക്കണ്ടേ? ഒരു പിന്നെ ലെൻസ് വാങ്ങിക്കണം, പിന്നെ മൈക്ക് വാങ്ങിക്കണം. പിന്നെ അവർ എന്തെങ്കിലുമൊക്കെ വെറുതെ തരുവാണെങ്കിൽ അതും മേടിക്കണം. അത് ചാൻസ് കുറവാണ് ഗൈസ്. പിന്നെ അതേപോലെ തന്നെ വേറൊരു സാധനം തന്നെ മേടിക്കുന്നത്, എമർജൻസി ആയിട്ട് മേടിക്കേണ്ടത് നമ്മുടെ ക്യാമറകളൊക്കെ പിന്നെ ഇത് ഡ്രെയിൻ അതിൻ്റെ ഒരു സാധനം ഉണ്ട് കേട്ടോ. ക്യാമറ വെക്കുന്നൊരു സാധനമുണ്ട്. ആ സാധനം വെക്കുന്നൊരു സാധനം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ഗോപ്രോയുടെ ബാറ്ററി പിന്നെ ചില ക്യാമറ ഒക്കെ ഫംഗസ് കയറാൻ തുടങ്ങി. അപ്പോൾ അതിനുവേണ്ടിയുള്ള ബോക്സ് മേടിക്കണ്ടേ എന്നുള്ള രീതിയിലാണ്. മേടിക്കണം വേണ്ടെന്നുള്ള ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെല്ലട്ടെ. എന്നാൽ ഈ കാണുന്ന വഴി കൂടിയാണ് ഞങ്ങൾ നേരെ പോകുന്നത് കേട്ടോ. ഗൈസ് ഫൈനലി നമ്മളങ്ങനെ ഷോപ്പിലെത്തി. ലെൻസും കാര്യങ്ങളൊക്കെ വന്നു. അതിൻ്റെ മുന്നായിട്ടേ ക്യാമറ എടുക്കണം കേട്ടോ. ക്യാമറ എടുത്താൽ മാത്രമേ അതിൻ്റെ അകത്തെല്ലാം എല്ലാം സെറ്റപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ലെൻസും ഒരു മൈക്കും. എൻ്റെ അടുത്ത് ഓൾറെഡി സെനൈസറിൻ്റെ മൈക്ക് ഉണ്ടായിരുന്നു. പക്ഷേ 1 വർഷം ഉപയോഗിക്കാതെ ആ സാധനം വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. അതാണ് സംഭവിച്ചു പോയത്. ഗൈസ് ഈ കാണുന്നതാണ് നമ്മുടെ ക്യാമറ. ഇതാണ് ലെൻസ്, അതായത് 24, 105. ഇതും അവിടെ ഒരു മൈക്കും ഉണ്ട് കേട്ടോ. ഇതുണ്ടോ ഈ കാണുന്ന മൈക്ക്, ഈ കാണുന്ന സെനൈസറിൻ്റെ മൈക്ക്. ഇത് കാണാൻ നമുക്ക് മേടിക്കണ്ടേ. ഇത് മസ്റ്റാട്ടോ സാധനം. നല്ല അടിപൊളി ലെൻസ്. 24, 105. ഗൈസ് ഇതിലുള്ളതിൽ ഏറ്റവും നല്ല സ്റ്റെബിലൈസേഷനുള്ള കിടില സാധനം ഇതാണ്. ഇതിൻ്റെ അകത്തോ ബോഡിയുള്ളത്. ഈ കാണുന്ന ബോഡി, ഈ കാണുന്ന ലെൻസായിട്ട് സെറ്റപ്പ് ചെയ്തിട്ട് ചേട്ടൻ ഈ ലൂമിനസിൻ്റെ ആളാണ്. അപ്പോൾ ചേട്ടനെ കൂടെ എന്ത് ചെയ്യിക്കണം, സെറ്റിങ്സ് പഠിപ്പിക്കണം. നമുക്ക് അല്ല സെറ്റിങ്സ് പഠിക്കണം. നമുക്ക് പഠിച്ചെടുക്കാം. ചേട്ടനെ പഠിപ്പിക്കുക. ഉൾട്ട് ചെയ്യാൻ മാറിപ്പോയി കേട്ടോ. പറഞ്ഞാൽ മാറിപ്പോയി. പുള്ളിക്കാണ് അറിയാവുന്നത്. ഇതാണ് ബോഡി. പിന്നെ ഇതാണ് ലെൻസ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങളൊരു പുതിയ ലെൻസ് വാങ്ങിക്കുന്നത്. നോക്കും, ഇതാണ് ലെൻസ്. പുതുപുത്തൻ ലെൻസ്.
ഗൈസ് നോക്കൂ, ഏറ്റവും നല്ല പ്രൈസിന് നമുക്ക് വി ട്രേഡേഴ്സ് എറണാകുളത്ത് നിന്നാണ് ഈ സാധനം കിട്ടിയത്. ലുമിനസ് 24-105 ഇതാണ് ലെൻസ്. ഈ കാണുന്ന ഇതിൻ്റെ അകത്ത് എടുക്കുന്ന വീഡിയോ നമ്മുടെ ഐഫോണിൻ്റെ അകത്ത് എടുക്കുന്ന വീഡിയോ രണ്ടും രണ്ടാ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഈ സംഭവം നോക്കിയിട്ടാണ് ലെൻസ് ഉപയോഗിച്ചുകൊണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നത്. പുതിയതല്ലേ? ആ ഓ, ഇതിന് ഈ കാണുന്ന ഇതിവിടെ വെക്കുന്നു. ഇതുണ്ടോ? ഇതിൻ്റെ സാധനം തിരിക്കുന്നു അല്ലേ? വെക്കുന്നു. ഈ സാധനം ഇങ്ങനെ തിരിച്ച് കയറ്റുന്നു. ലെൻസിന് വണ്ണക്കൂടുതലുണ്ടോ? ആ സെയിം ലെൻസ്. സെയിം ലെൻസ് തന്നെയല്ലേ? എത്ര നാൾ ഇത്? ഒരു മാസം മേടിച്ചിട്ട് ഒരു മാസം നമ്മൾ മേടിച്ച് ലെൻസ് ഇല്ലാതെ ഉപയോഗിച്ചോണ്ടിരുന്നു. അതന്നെ ഏട്ടാ ഫ്രീ ആണോ? ഗൈസ് ഇതിൻ്റെ അടുത്ത് ഫ്രീ ആയിട്ട് ഇതന്നെ. ഇത് ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലൈറ്റ് സംഭവങ്ങളൊക്കെ അടിക്കാതിരിക്കാമല്ലോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ക്യാമറ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു മാസത്തിന് ശേഷം ഈ കാണുന്ന ക്യാമറ ഓണായി. ഈ സംഭവം സെറ്റ് ആയിട്ടോ. പിന്നെ സ്റ്റെബിലൈസേഷൻ ഉള്ള ലെൻസാണിത്. ക്യാമറയ്ക്ക് സ്റ്റെബിലൈസേഷൻ ഉണ്ട്, ലെൻസിന് സ്റ്റെബിലൈസേഷൻ. ഇതിനിപ്പോൾ എത്ര ഏട്ടാ? പുതിയതിന് 280 S1H ന്യൂ മോഡൽ സാധനത്തിന് കേട്ടോ. 3 വർഷം വാറണ്ടി. ഇങ്ങനെയാണ് ഇനി ഞങ്ങൾ ബ്ലോഗ് ചെയ്യുന്നത്, ഇങ്ങനെ ആയിരിക്കും കേട്ടോ. ഇതിന് സ്റ്റെബിലൈസേഷൻ ഇത് ഞാൻ 1080p 60/s അതാണ് വേണ്ടത്. ഇതിൻ്റെ സെറ്റിങ്സ് ഒക്കെ ശരിയാക്കിത്തരാം. ഇതിൻ്റെ വോയിസ് ലെവല്, പിന്നെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. ഇതല്ലേ റെക്കോർഡ് അല്ല ചേട്ടാ? ഒരു കേസും കൂടെ, ഇത് മറ്റേ ഫോക്കസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്ന സെറ്റപ്പ് ആക്കിത്തരിക. പൈസ നോക്കുക. അതായത് ഇതിൻ്റെ കുറേ സാധനം ശ്രദ്ധിക്കാറുണ്ട്. അതായത് ഇതിൻ്റെ ഫോക്കസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്ന സാധനം, പിന്നെ അതിനുള്ള ഇതിൻ്റെ ഫ്രെയിമുകൾ, ഇതിൻ്റെ സെറ്റിങ്സുകൾ ഇതെല്ലാം പഠിച്ചെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഞങ്ങൾ പോകുമ്പോൾ പിന്നെ തെന്നിപ്പോ. ചേട്ടൻ നമ്പർ എൻ്റെ അടുത്തുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വിളിക്കും കേട്ടോ. ഗൈസ് നോക്ക്, ഇത് മറന്നു പോകാനുള്ള സാധ്യത. ഇതിപ്പോൾ നമുക്ക് അതിലാ വേണ്ടേ? ഫുൾ HD 60p ആണ് ഇപ്പോൾ കിടക്കണം. MMOV തന്നെയല്ലേ വേണം? അതാ വേണ്ടേ. ഇതിൻ്റെ നമുക്കൊരു എക്സ്ട്രാ ബാറ്ററി മേടിക്കണം കേട്ടോ. അതെന്തായാലും മേടിച്ചേ പറ്റുള്ളൂ. അത് എന്തായാലും സെറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ പിന്നെ ക്യാമറ. അപ്പം ചേട്ടൻ ഇതൊക്കെ ഇപ്പം പഠിപ്പിച്ച് തരും. ബൈ ചേട്ടൻ ആദ്യം ഗൈസ് ഇവിടെ നമ്മുടെ പിന്നെ ഇത് കൊണ്ടുവന്ന ബാഗ് സംഭവമുണ്ട്. പിന്നെ ഒരു ലിവിന് ആ സെനൈസറിൻ്റെ അത് എടുത്തായിട്ട് ലിവിന് അതാണ് ഞങ്ങൾ മേടിച്ച മൈക്കായിട്ട്. ഇത് ഓൾറെഡി ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്ന മൈക്കാണ്, പക്ഷെ അത് കംപ്ലൈൻറ്റ് ആയിപ്പോയി. അപ്പം ഇതിന് മൈക്ക് വേണം കേട്ടോ. ഇതിൻ്റെ മൈക്ക് ഇതിൻ്റെ ഇൻബിൽട്ട് ആയിട്ടുള്ള മൈക്ക് ഓക്കെ ആണ്, എങ്കിലും സെനൈസർ വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ സെറ്റപ്പ് ആയിരിക്കും. നീ ഇതാന്ന് പോയോ? പൊങ്ങി വരാൻ പറ്റില്ല. ഇതാണ് ഇത് കേട്ടോ മൈക്ക്. ബൈക്ക് നീ കീശ കേട്ടോ? മൈക്ക് എൻ്റെ കീശയിലുണ്ടോ? എന്ത് പൗച്ചിൻ്റെ അകത്തുണ്ട് കേട്ടോ. യെസ്, ഇതാണ് മൈക്ക് കേട്ടോ. ഇതാണ് നമുക്ക് ഇനി ഇതിൻ്റെ സെറ്റ് ചെയ്യേണ്ടത്. അന്ന് നമ്മൾ ക്യാമറ എടുക്കാൻ പോയപ്പം നമ്മുടെ കയ്യിൽ സെയിം സാധനം ഉണ്ടായിരുന്നു. ഇത് കുത്തി നമ്മൾ റെക്കോർഡ് ചെയ്ത് കുറേ നേരം കീച്ചി അവസാനമാണ് മനസ്സിലായി മൈക്ക് കംപ്ലൈൻറ്റ് ആയിരുന്നു. വീഡിയോ എടുക്കുന്ന നേരത്ത് മൈക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഞങ്ങളുടെ അടുത്ത് എന്നും അബദ്ധം ചാടിക്കുന്ന സാധനമാണ് മൈക്ക് അല്ലേ? അബദ്ധത്തിൽ ചാടുന്നത് ഇന്ന് മുതൽ അറിവര് ഞങ്ങൾക്ക് കൊടുത്തില്ല. നേരെ കുത്തും ഒന്നും നോക്കില്ല, വീഡിയോ ഷൂട്ട് ചെയ്യും. ഇന്ന് മുതൽ ഐഫോൺ ഇല്ല, ഇന്ന് മുതൽ ഇതിലായിരിക്കും ഇനി ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. എല്ലാ സെറ്റിങ്സും സംഭവങ്ങളൊക്കെ പഠിച്ച് ലൈനെ കുത്തി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ചേട്ടാ ഈ ലെൻസ് എത്ര ഗ്യാരണ്ടി ഉണ്ട്? 1 year ആണ്. ചേട്ടാ ഇതിൻ്റെ നമ്മൾ എന്നൊക്കെ സൂക്ഷിക്കാം? നമ്മൾ ഇതിൻ്റെ സെറ്റിങ്സ് ഓരോന്നോരോന്നുണ്ട് ശരിയായിക്കൊണ്ടിരിക്കുക. ഹായ് ഗൈസ്, ഓരോന്നോരോന്നായിട്ട് റെഡിയാക്കുക കേട്ടോ. പഠിക്കണം കേട്ടോ. സംഭവം നമ്മളെ കൈവിട്ട് പോയാലും നമുക്ക് തന്നെ ചെയ്യണം. സ്റ്റാൻഡേർഡ്, വിവിഡ്, നാച്ചുറൽ, ഫ്ലാറ്റ്, ലാൻഡ്സ്കേപ്പ്, പോർട്രേറ്റ്, മോണോക്രോം, ലൈറ്റ് മോണോക്രോം. ഫ്രണ്ടിൽ ഷോർട്ട് കീ ഉണ്ടല്ലേ? ഷോർട്ട് കീ ഉണ്ട്. ഇതെല്ലാം ഈ ബട്ടൺസ് എല്ലാം നമുക്ക് കസ്റ്റം ചെയ്യാം. ഇപ്പൊ ഏതാണോ കസ്റ്റം ചെയ്യുന്നത്, ഇപ്പൊ എനിക്ക് മേലിലോട്ടുള്ള ബട്ടൺ കസ്റ്റം ചെയ്യുന്നത് ഞാൻ ഇതിൽ പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പൊ തന്നെ ചോദിക്കും ഏത് ഓപ്ഷനാണ് കസ്റ്റം ചെയ്യേണ്ടത്. ചേട്ടാ ബേക്ക് ബ്ലർ ആയിട്ട് ഇരിക്കും ഇതിന്റെ ബ്ലേക്ക് ബ്ലറായിട്ട് നിൽക്കുന്നത്. അത് എന്നെ ഫോക്കസ് ചെയ്യുന്നത്. അത് അപ്പർച്ചർ മാറ്റാം. ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആക്കണം. എല്ലാം ഒരേ ഫ്രെയിമിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഒരേപോലെ തന്നെ. അതൊക്കെ അപ്പർച്ചർ വാല്യൂ ഉണ്ട്. അതിനുള്ളിൽ കുടുങ്ങിപ്പെട്ടതേ. അപ്പർച്ചർ വാല്യൂ കൂടെ ക്ലിയർ ആക്കണം. 1 കിലോ ഉള്ള സാധനം എടുത്തില്ല. 1.5 കിലോ ബോഡിക്ക് മാത്രം 1 കിലോ അല്ലേ? അല്ലേ? ലെൻസ് എത്ര ഉണ്ട്? 500 ഉണ്ടോ? ലെൻസ് ഈ പറഞ്ഞ പോലെ 600 സംതിങ്. 2 കിലോ ആവും മൊത്തം എല്ലാം കൂടി ആകുമ്പോഴത്തേനും അല്ലേ? നല്ല രസമായി. ഇത് പോയിട്ട് വീഡിയോ പിടിക്കാണെങ്കിൽ നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഒരു ബാഗും കൂടെ മേടിക്കണം നമുക്ക്. ഇതിന് വേണ്ടിയുള്ള നമ്മുടെ അടുത്തുള്ള ഒരു ചെറിയ ബാഗാണ്. അതിൽ പരിപാടി അത് ഇച്ചിരി ഓടിയതാ. കടമാതി കഴിഞ്ഞൊരു ബാഗും കൂടെ വാങ്ങണം. നോക്കൂ, ഇത് റോഡിന്റെ മൈക്കാണ്, ഇത് സെനൈസർ. പക്ഷേ ഇത് നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളതാണ്. ഇത് കുഴപ്പമില്ല. ഇതിനെക്കുറിച്ച് നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമുക്ക് രണ്ടും കൂടെ ടെസ്റ്റ് ചെയ്തിട്ട് ക്യാമറയ്ക്ക് ഏതാ സൂട്ടാകുന്നത് അത് നമുക്ക് വാങ്ങാം അല്ലേ? രണ്ടിന് ഏകദേശം ഒരേ പൈസ തന്നെയാണ് അല്ലേ? ഇതാകുമ്പോൾ റോഡിന്നുണ്ടോ, ഇതാകുമ്പോൾ സെനൈസറിന്നുണ്ടാവും. സെനൈസറാണ് കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ആണോ? ചേട്ടനോട് പണി പിടിച്ചോണ്ടിരിക്കും. ഏത് ഇതിനാ? സോഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ചുകൂടി വിൻഷീൽഡ് വിൻഡിന്റെ ഇതൊക്കെ കുറക്കാൻ വേണ്ടിട്ട്, നോയ്സ് ഒക്കെ കുറക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇത് ഊരണോ? ഐഫോണിന്റെ അത് സൗണ്ട് നമുക്ക് പക്കയാകുന്നില്ല. ഐഫോൺ സത്യം പറയല്ല, ഐഫോൺ എന്തുകൊണ്ടാണ് ഞങ്ങൾ മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു നമ്മളിപ്പോൾ ഞാൻ സംസാരിക്കുമ്പം ലിബിൻ സംസാരിക്കുമ്പോൾ ഒരാളുടെ സൗണ്ടിൽ മാത്രമേ ഒരു ഇപ്പോൾ എന്നാ പറയുക എടുത്ത് കാണിക്കുള്ളൂ, അല്ലെങ്കിൽ അതിനൊരു പ്രാധാന്യം ഉണ്ടാവുള്ളൂ. ഒരാളുടെ വോയിസിന് പ്രാധാന്യം ഉണ്ടാവില്ല. പക്ഷെ വീഡിയോ നല്ലതാണ്, പക്ഷെ വോയിസിന് ഇച്ചിരി സ്റ്റെബിലൈസേഷൻ സൂപ്പറാണ്. എങ്ങനെ പിടിക്കണ്ട കേട്ടോ, ഏതാ പുള്ളി പിടിച്ചാൽ ഒന്നും കൂടെ പിടിച്ചാട്ടോ. അയ്യോ ഇങ്ങനെ പിടിക്കണ്ട, ഇങ്ങനെ ബ്ലോഗ് ചെയ്യണ്ടല്ലേ. മൈക്ക് നമ്മൾ തീരുമാനമാക്കിയിട്ട് ഈ മൈക്കല്ലേ നമ്മൾ എടുത്താക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഇത് വരാൻ നേരത്തെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ആയിക്കോളൂ അല്ലേ, ഫോക്കസ് ഇഷ്യൂ വരില്ല. ഓക്കെ, ഇത് 1080p 60/s അല്ലേ? പിന്നെ സ്റ്റാൻഡേർഡിലല്ലേ ഇത് ഇട്ടാക്കുന്നത്? ഓക്കെ, ഇറ്റ് ഈസ് അമേസിങ്. വാവ്, ഒന്ന് തകർക്കും. തുടങ്ങാല്ലേ പിന്നെ? തുടങ്ങാം, പൈസ കൊടുത്ത് പോയേക്കാം. ഈ സാധനം മൈക്കും കൂടെ വെച്ചിട്ട് നോക്ക്. ആ ചേട്ടാ, മൈക്കും കൂടെ വെച്ചിട്ട് ഇതിപ്പം പോയാനേ ചേട്ടാ. പിന്നെ അഥവാ എനിക്കൊരു മൈക്ക് വേണമെങ്കിൽ കൊറിയർ അയച്ചു ചിലപ്പോൾ ഒരു മൈക്കും അല്ല, മൈക്കല്ല ബാറ്ററി ഒരെണ്ണം കൂടെ വേണ്ടി വരും. പോകുമ്പോഴത്തേക്കും മതി. ഇപ്പൊ കറന്റ് ഇപ്പൊ സ്റ്റോക്ക് ഔട്ടാണ്. അല്ല, ഞാനൊരു 2-3 ദിവസം ചേട്ടനെ വിളിച്ചു പോലും. കാണുന്നത് ലെൻസിനെ കുറിച്ച് കിട്ടുന്ന ബാഗ് കേട്ടോ. ലെൻസ് ഇട്ടോ, ഓ ഇങ്ങനെയാ? ലെൻസ് ഇട്ടോ ഉണ്ടല്ലോ. അത് ലെൻസ് ഇട്ട് വെക്കാനുള്ള ബാഗ് റെഡി. നമ്മൾ ലെൻസിനൊന്നും ഊറ്റത്തില്ലല്ലോ, അതിനുള്ള സമയം നമ്മൾ കൊടുക്കൂലല്ലോ. പെട്ടെന്ന് തന്നെ സിനിമ ക്യാമറമാനായിട്ടും എങ്ങനെയാ ഇതൊന്നും വാങ്ങണേ ഉപയോഗിക്കാൻ അറിയത്തില്ലേ, ക്യാമറ ഓൺ ആയില്ലല്ലോ എവിടെയെങ്കിലും. അല്ല, ഇതെല്ലാം ഒരു പവർ തമ്പി അല്ലേ? ഇത് നല്ല വിലയുണ്ട് കേട്ടോ. എത്ര ചേട്ടാ? അല്ല, അവരെ ശരിയാക്കും, എല്ലാവരും ചോദിക്കാൻ ഇതിൻ്റെ എത്ര വില. മൈക്കിൻ്റെ ലെവലും കൂടെ ഒന്ന് ലെവലാക്കി തരും കേട്ടോ. മൈക്കിനോട് ലെവലാക്കി ഇതേപോലെ ഒരു ക്യാമറ ബാഗ് കൂടെ മേടിച്ച് നോക്കുക കേട്ടോ. എനിക്ക് നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. ഇതിനകത്ത് ക്യാമറ ഒക്കെ വെച്ചു. ഇതാണ് ബാഗ്. ഇത് എത്ര കിലോ ഉണ്ട്? വെയിറ്റ് ഇല്ല കേട്ടോ. ഇല്ലേ, കൈ പിടിക്കാൻ നേരത്തെ വെയിറ്റ് ഉള്ളൂ. ഇത് ഈ എമിഗ്രേഷനൊക്കെ ചിലതിനകത്ത് ഊരി കൊടുക്കട്ടെ. പുള്ളി വേറൊരു ബാഗ് കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഫൈനലി ഞങ്ങൾ ഈ കാണുന്ന ബാഗ് മേടിച്ചു കേട്ടോ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 2000-ഉം ഇതിന് എത്ര കേട്ടാ 1500. അത് വെച്ച് നോക്കാൻ ഇതാണല്ലേ. ലിറ്റർ കൂടുതലാണ്. ലിറ്റർ ഏതാ? അങ്ങനല്ലേ പറയാ? അതെ, ലിറ്റർ ഇച്ചിരി കൂടുതലാണ്. അത് ഇച്ചിരി ചെറുതാണ്. അതിനകത്ത് ഡാറ്റ ലെൻസ് വെക്കാം, ഇവിടെ മൈക്ക് വെക്കാം, എന്ത് സാധനം വെക്കാം. ചേട്ടാ മൈക്കിങ് ഊരി തരാം ചേട്ടാ. ഇവിടുത്തെ മാനേജർ പുള്ളി ഞങ്ങൾക്ക് ഇതിന്റെ സംഭവങ്ങളൊക്കെ ഓരോന്ന് വിവരിച്ചു തരുമായിരുന്നു. ഓക്കെയാണ്. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഐഫോണിനെക്കാളും ക്വാളിറ്റി കൂടുതലാണ് വീഡിയോക്ക്. നമ്മളിനെ എഡിറ്റ് ചെയ്യുമ്പോൾ ഇച്ചും കൂടെ കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ഇച്ചും കൂടെ നല്ലതായിരിക്കും. ഞങ്ങൾ കുറച്ചിടുന്ന കാരണമാണ് ഇച്ചിരി ഇതാണ്. കണ്ണൊക്കെ ചുമന്നിരിക്കുന്ന അറിയും കേട്ടോ. സത്യമായിട്ടും അതെ. ചിത്രം സാധനം എടുത്ത് ചേട്ടന്മാർ ഞങ്ങൾക്ക് എന്താണ് അത് ക്യാമറ പൊതിഞ്ഞ് സെറ്റപ്പ് ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ തുറയ്ക്കാനും പറ്റുമെന്നാ പറഞ്ഞത്. നോക്കും. അതേപോലെ തന്നെ ഇത് ലെൻസ് തുടക്കാനുള്ള ക്ലോത്തും സാധനങ്ങളൊക്കെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതും മേടിക്കാം കേട്ടോ. അപ്പോൾ അത് രണ്ടുമായി. പിന്നെ അതേപോലെ തന്നെ ഇതാണ് ക്ലോത്ത്, ലെൻസ് തുടക്കുന്നത്. അത് വേണ്ട, അത് വലയാ. ഇത് ഏറ്റവും നല്ലത്. ഇത് തന്നെ ലെൻസ് തുടച്ചു വെക്കുന്ന. ഇല്ല, ഇത് ക്ലോസ് ചെയ്ത് വെക്കാൻ വേണ്ടി ക്യാമറ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ബാഗിനകത്ത് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സാധനം ഇത് ക്ലോസ് സൂം ചെയ്യാൻ നേരത്തെ ലൈറ്റ് ഉണ്ടെങ്കിൽ അതിനെന്നെ പറഞ്ഞ ഫുൾ ഓപ്പണിങ് ഇല്ല, ക്ലോസ് ആവും ലെൻസിന്റെ ഓപ്പണിങ്. ഇതങ്ങനെയുള്ളല്ലോ. ഇല്ല, ഇത് ഫിക്സഡ് ആണ്. ആ ഒരു പോക്കറ്റ് ലെങ്തിൽ തന്നെ അങ്ങോട്ട് മേടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ലെൻസ് അല്ലേ? ചെറിയ പൈസക്ക് അല്ലേ? ആ സ്റ്റെബിലൈസേഷൻ ഉള്ളത് എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് എല്ലാവരും ചോദിക്കുമ്പോൾ പറയുന്നത്. ഈ കാണുന്നതും പിന്നെ ലൂമിനസിന്റെ ക്യാമറ കേട്ടോ. അതിന്റെ പേരെന്നായിരുന്നു? S52. പക്ഷേ ഇത് വളരെ ചെറുതാട്ടോ. പക്ഷേ ഇതിന്റെ തന്നെ ഒരു 2 കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇച്ചിരി നല്ല ഇതേ ഫെസിലിറ്റി ഉള്ള ലൂമിനസിന്റെ. ഇത് ലുമിക്സ് ആണ്. ലുമിക്സിന്റെ ഇതിന്റെ ഹൈ എൻഡ് X എന്ന് പറയുന്ന മോഡലുണ്ട്. അതായത് ഈ S1H പുതിയ സാധനം. S1H അല്ല, ആ ഒരു ആപ്പിൾ പ്രോഡക്ട്സും കൂടെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയ ആ ഒരു കൊടുക്കും കൂടെ നെറ്റ്ഫ്ലിക്സ് അപ്ലോഡ് അല്ല. ഇതിന്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ടോ? BS1H പുതിയ അപ്ഡേഷൻ ഒന്നും ഇല്ല. നോക്കൂ, അതായത് ഇനിയിപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന ഈ കാണുന്ന S1H കൊള്ളാം കേട്ടോ പരിപാടി. പക്ഷേ ഇതിന് ഇച്ചിരി വെയിറ്റ് കൂടുതലാണ്. പക്ഷേ മറ്റേ സാധനത്തിന് അത്ര വെയിറ്റ് ഇല്ല. എന്ത് ചേട്ടാ കണ്ടോ, ഈ സാധനത്തിന് അത്ര വെയിറ്റ് ഇല്ല കേട്ടോ. ഇത് വളരെ ചെറിയൊരു ക്യാമറയാണ്. എനിക്ക് തോന്നുന്നു ഇത് പുതിയ മോഡൽ അല്ലേ, പുതിയൊരു സെറ്റപ്പിലുള്ള സാധനം ആയതുകൊണ്ടായിരിക്കട്ടെ ഈ സംഭവം വളരെ വെയിറ്റ്ലെസ് ചെറിയ സാധനമാണ്. സെയിം സെറ്റപ്പ് തന്നെയാണ്. പക്ഷേ നെറ്റ്ഫ്ലിക്സ് അപ്രൂവലിൻ്റെ ഒരു കുഴപ്പം മാത്രമല്ലേ, അപ്രൂവ്ഡ് അല്ല എന്നുള്ള മാത്രമേ ഉള്ളൂ കേട്ടോ. അതേ സമയത്ത് ഞങ്ങളൊരു ലൈറ്റ് നോക്കിയായിരുന്നു. ലൈറ്റ് എന്ത് ചേട്ടാ? ലൈറ്റ് ചേട്ടൻ തിരിച്ചു വെച്ചോ. ഈ കാണുന്ന ലൈറ്റ് ഞങ്ങൾ നോക്കിയായിരുന്നു. ഈ കാണുന്ന സാധനം കേട്ടോ. അതായത് നമുക്ക് ഔട്ട്ഡോറിലും സംഭവങ്ങളൊക്കെ ചെറിയ ചെറിയ വെട്ടിക്കെട്ടിനും സംഭവങ്ങളൊക്കെ നടക്കുന്നൊരു സാധനമാണ് ഈ കാണുന്ന സാധനം. അപ്പോൾ ഈ ഒരു സാധനം പിന്നെ ഒന്ന് ചേട്ടൻ എങ്ങനെയാണെന്നുള്ള കാണിച്ചു തരാം. ഏതാണ്ട് എത്ര ചേട്ടാ? 1400 13,500 കൊടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന സാധനം കിട്ടും. ഇതേ വാമ് വന്നു. എത്ര കളറുണ്ട്? ഒറ്റ കളറാ?
ആ ചേട്ടൻ്റെ ഫേസ് അടിച്ചു, റെഡ് വന്നു. ആ ഇനി അടുത്ത് യെല്ലോ. ആ വാമോ കിട്ടേ, വാമ വരുമ്പോൾ തിരിച്ച് ഇങ്ങനെ വരും. ചേട്ടൻ്റെ ഫേസിലേക്ക് വെച്ചേ, ചേട്ടൻ മുടുക്കനായിട്ട്. അപ്പോൾ വെരി നൈസ് ഗൈസ്. ഫൈനലി ഞങ്ങൾ ക്യാമറ, ലെൻസും മൈക്കും സംഭവങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ കടയിൽ നിന്ന് ഇറങ്ങി. വെരി ഗുഡ് ഡീലിംഗ് ഗൈസ്. ഈ കാണുന്ന കടയാട്ടോ വി ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ ഫൈനലി നേരെ പോവുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പ്, വണ്ടിയുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തീർക്കണം, ഇല്ലെങ്കിൽ പണി പാളും. പെട്ടെന്ന് പോകാൻ പറ്റില്ല. ഇല്ല അവിടെ ഉണ്ടോ നോക്കൂ. ആ ഉണ്ടെന്ന് തോന്നുന്നു, എൻ്റെ ഈശോ ഉണ്ടെന്ന് നോക്കട്ടെ. ഫൈനലി സാധനങ്ങളെല്ലാം ഞങ്ങൾ തിരിച്ച് വണ്ടിയെ കയറ്റി. കീ കൊടുക്കൂ, കീ കൊടുക്കും മോനെ, കീ കൊടുക്കൂ. കിട്ടിയോ? കിട്ടിയോ? ഫൈനലി ഞങ്ങളങ്ങനെ ലെൻസ് വാങ്ങിച്ച് ഞങ്ങൾ പോവുകയാണ്. അതുകൊണ്ട് ഈ കാണുന്ന റോഡിൽ കൂടെ കേട്ടോ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് വേണം. അതായത് ഈ കാണുന്ന റോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ MG റോഡിൽ പോയി കയറും. ഇവിടെ നിന്ന് നേരെ നമുക്ക് ആലുവ വഴി മെട്രോ ഉണ്ട് കേട്ടോ. മെട്രോ പില്ലറുകൾ ഓരോന്നോരോ കണ്ടു. ഇനി ഇതിൽ നമുക്ക് നേരെ പോയിട്ട് ആലുവ വഴി നേരെ പോകുന്നു. നമുക്ക് ഭക്ഷണം കഴിക്കണം. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഫുഡ് കഴിക്കണം. യെസ് വളരെ ഭയങ്കര ഇത് അല്ലേ. നോക്കൂ ഫൈനലി നമ്മൾ അങ്ങനെ MG റോഡിൽ നേരെ ഈ ഒരു ഭാഗം, അതായത് സൗത്ത് അല്ല നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തോട്ട് എത്തിയിട്ടോ. അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട്, വലിയ രീതിയിൽ ബ്ലോക്ക് ഇല്ലെങ്കിലും അത്യാവശ്യം തിരിച്ചു വന്നപ്പോഴായിരുന്നു ബ്ലോക്ക്. ഇങ്ങോട്ട് വന്നപ്പോൾ ബ്ലോക്ക് ഒന്നുമില്ല ഗൈസ്. നോക്കൂ ഇങ്ങോട്ട് വന്നപ്പോഴായിരുന്നു കേട്ടോ ഭയങ്കര ബ്ലോക്ക്. ഈ കാണുന്ന ഇവരെല്ലാം മലയാറ്റൂര് മല കയറാൻ പോകുന്ന കേട്ടോ. നോക്കിയാ ബേക്കിൽ കുരിശ് തൂക്കിയിട്ട് ഇതൊന്നും ലോങ്ങിന്ന് വരുന്നവരായിരിക്കും കേട്ടോ. നമുക്കും പോണം, നമ്മുടെ വണ്ടി നേരത്തെ കഴിയുവാണല്ലേ അല്ലേ. ഗൈസ് നോക്കിയതുണ്ടോ എന്റെ പൊന്നെ, ഇത് കുറേ ഉണ്ടാവും കേട്ടോ. നമ്മള് പിന്നെ ഇതുണ്ട് ഫ്രണ്ടിലുണ്ട് ഗൈസ്. എനിക്കൊന്ന് ഇത് ആലപ്പുഴ, കൊല്ലം, ചിലപ്പോൾ തിരുവനന്തപുരം ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ മലയാറ്റൂര് കയറാൻ വേണ്ടി വരുന്നത്. എനിക്കൊന്ന് എയർപോർട്ടിന്റെ സൈഡിൽ കൂടെ ഇവർ പോകും. ഒന്ന് നോക്കിയേ, അവർ ആ റോഡിന്റെ സൈഡിൽ കൂടെ ഇവരെല്ലാം മല കയറാൻ പോകുന്ന കേട്ടോ. എൻ്റെ ഈ ഫ്രണ്ടിൽ കാണുന്ന എല്ലാം അത്യാവശ്യം പ്രായമുള്ളവരാണ്. ബേക്കിലുള്ള എല്ലാവരും അത്യാവശ്യം പ്രായം കുറഞ്ഞവരാട്ടോ. നമ്മൾ ഈ പോകുന്ന വഴിക്ക് നമുക്ക് ഇഷ്ടം പോലെ ഇതുപോലെ സംഭവം കാണാം. ഫൈനലി ഞങ്ങൾ വർക്ക്ഷോപ്പിലെത്തി. അഖിലിൻ്റെ വണ്ടി ഇവിടെ ഇട്ടു കേട്ടോ. SS ഇവിടെ തന്നെ കിടപ്പുണ്ട്. നമ്മുടെ TT ഇവിടെ കിടപ്പുണ്ട് കേട്ടോ ഗൈസ്. അതായത് ഈ കാണുന്ന വണ്ടിയുടെ പണി കഴിഞ്ഞ പാടെ അഖിലൊക്കെ വന്ന് ഈ വണ്ടിയുടെ പരിപാടി നമുക്ക് തുടങ്ങാമെന്നാണ് പറഞ്ഞത്. അപ്രോക്സിമേറ്റ് എല്ലാ സാധനങ്ങളും നമ്മുടെ വണ്ടിയുടെ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന സാധനമാണ് നമ്മുടെ ബാത്റൂമിൽ കയറ്റുന്നത് പറഞ്ഞത്. അതായത് ഇത് ബെൻഡ് ആവൂല എന്നുള്ളതാണ് ഇതിന്റെ എങ്ങനെ ബെൻഡ് ആവൂല എന്നാട്ടോ ഇപ്പൊ പറയണേ. കണ്ടിട്ടുണ്ടോ തോന്നണേ? ഇത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ നിൽക്കവനെ നോക്കി. ഇതിന്റെ നേരത്തെ പച്ചപ്പൈപ്പ് നമുക്ക് അത് നോക്കാൻ ഇട്ടിട്ട് പരീക്ഷണത്തിൽ വെക്കണ്ട. 100% അവിടുന്ന് ഒരു കിളിനാദം കേൾക്കുന്നുണ്ടല്ലോ. നോക്കൂ അഖിലുണ്ടല്ലോ ഈ കാണുന്ന വണ്ടിയിലുണ്ട്. അയ്യോ സെൽവൻ ചേട്ടാ ഗൈസ് നോക്കൂ. ഇല്ല ഗൈസ് നോക്കൂ, തൊട്ടപ്പുറം ഉണ്ട് കേട്ടോ. അഖിൽ ഈ വണ്ടിയുടെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ മറ്റേ വണ്ടിയുടെ പരിപാടി തീർത്തരാന്നാണ് അഖിൽ പറഞ്ഞത്. തീർക്കോളാം. പിന്നെ പരിപാടി ഇനി എന്തൊക്കെ പരിപാടിയുള്ള ബാക്കി? ബാത്റൂം, അടിയിലെ പൈപ്പ്, ടാങ്ക് അഴിക്കണം, പിന്നെ സെൻട്രൽ ലോക്കിന്റെ വയറിംഗ് ഇടണം, CCTV വയറിംഗ് ഇട്ട് കഴിഞ്ഞു. കുറച്ച് പണിയുള്ളൂ. മറ്റേ ജോബ് കാർഡ് നോക്കി അറിയത്തില്ലേ അല്ലേ? പവർ വിൻഡോന്റെ സ്വിച്ച് കിട്ടിയിട്ടില്ല, അതാണ് ഡിലേ ആവുന്നത്. എന്ത് ചെയ്യും? അത് ഓർഡർ ചെയ്തിട്ടുണ്ട്, കിട്ടുന്ന പറഞ്ഞത്. കാണുന്ന ട്രൈപോഡ് എൻ്റെ അടുത്ത് നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഈ കാണുന്ന സാധനം ഇപ്പം ഞാൻ ക്യാമറ കയറ്റാൻ വേണ്ടി പോകുന്നത്. അതുകൂടി 3 ഉണ്ടായിരുന്നു, എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയിരുന്നില്ല. ഇപ്പം കയറ്റാൻ പോകട്ടോ. ഗൈസ് നോക്കൂ ഫൈനലി ഞാൻ ഈ കാണുന്ന ക്യാമറേനെ ട്രൈപോഡിലേക്ക് കയറ്റിട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ വൈഡ് കിട്ടുന്നുണ്ട്. SS ഇവിടെ കിടപ്പുണ്ട്. അതേപോലെ തന്നെ തൊട്ട് അവിടെ TT കിടപ്പുണ്ട് കേട്ടോ. ഓരോരോ പരിപാടികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലിബി ഇതിൻ്റെ പുറകെ തന്നെ പോയിട്ടോ. അതായത് വണ്ടി ഇന്നും കൂടെ നമുക്ക് റെഡിയാക്കാൻ പറ്റില്ല, ഞങ്ങളുടെ കാര്യം തീരുമാനവും. അപ്പോൾ അതിനുവേണ്ടി ലിബിൻ എല്ലാരും ഇന്ന് ഗുണ്ടായിസോ 2 ദിവസമായിട്ട്. അപ്പൊ അങ്ങനെ പണി തീരാൻ പറ്റില്ല. അല്ല നമ്മൾ ചൈന കെട്ടി വെച്ചാൽ എല്ലാം പോയില്ലേ? അത് ശരിയാട്ടോ. നമുക്ക് 2-3 ദിവസം പരിപാടി തീർന്നില്ലേ, ഞങ്ങളുടെ കാര്യം തീരുമാനം. അല്ലെ നമ്മളിപ്പോ 2 മണിക്കൂർ ഉറങ്ങണ ഉറങ്ങാതെ ചൈന ബോർഡർ വരെ പിടിക്കേണ്ടി വരും. അതാണ് ഒരു യാഥാർത്ഥ്യം. ഇവനിപ്പോ എന്നൊക്കെ ആയെന്ന് നോക്കാം. നോക്കൂ അതിലെ ബാത്റൂം ഊരിയിട്ടെന്നല്ല പറഞ്ഞേ. ഗൈസ് നോക്കൂ അഖിൽ പറഞ്ഞേക്കുന്ന വണ്ടിയുടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഊരി കിട്ടുന്നുണ്ടോ. അതായത് ഇത് കണ്ടോ, ഇവിടെ CCTVയുടെ ലൈനും കാര്യങ്ങളും ഓരോന്നൊക്കെ വലിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലാതെ ഇവിടെ ഉണ്ടോ, ഇവിടെ കണക്ഷനും കാര്യങ്ങളൊക്കെ വലിച്ചിട്ടുണ്ട്. അവിടെയോ ബാത്റൂമിന്റെ ബോൾട്ട് ഊരിയിട്ടുണ്ട്. നോക്കിയേ, ബാത്റൂമിന്റെ ബോൾട്ടും സംഭവങ്ങളൊക്കെ ഊരിയിട്ടുണ്ട്. ഒരു ബോൾട്ട് ഊരി അത് ഊരിയോ നോക്കി പൊങ്ങി
നോക്കൂ, ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഇപ്പൊ ഇതിന്റെ അകത്ത് മോട്ടർ, മെയിൻ സംഭവം ഇതിന്റെ അകത്ത് മോട്ടർ ചളിങ്ങിപ്പോയിട്ടോ. അതിനകത്ത് സ്ക്രൂവും കണ്ട് വീണായിരുന്നു. അത് ഇട്ടിട്ട് ആരോ ഫ്ലഷ് ഞാനെങ്ങാണ്ടായിരിക്കും ഫ്ലഷ് എടുത്ത് അടിച്ച. അതല്ല ആ സംഭവം, അതിന്റെ അകത്ത് ഇരുന്ന മോട്ടർ വണ്ടി അടിച്ച് ചളുങ്ങിപ്പോയത്. അപ്പൊ അതിന്റെ അകത്ത് ഇരിക്കുന്ന കറുത്ത മോട്ടർ എടുത്തിട്ട് ഇതിന്റെ അകത്തോട്ട് അതിന്റെ അകത്ത് ബാത്റൂം പൂരാൻ പാടാ. അതിന്റെ ഉള്ളിലോട്ട് പോയിട്ട് തലയിട്ടിട്ടൊക്കെ അത് പഞ്ചായത്ത് വെച്ച് ഞങ്ങൾ ഊരിയത് കേട്ടോ. അത് ഒരു കൈ കറക്റ്റ് ആയിട്ട് ഉള്ളിലോട്ട് പോകും, തലയൊന്നും പോവില്ല. അത് പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റും. പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റപ്പ് ആക്കി നീറ്റാക്കി നല്ല ഗ്ലിസറിങ് ആയിട്ട് കിടപ്പുണ്ട്. ഇനി പരിപാടിയുണ്ട്. ഇവിടെയൊക്കെ നമ്മുടെ ആ ഒരു ഗ്രീനിഷ് പെയിന്റ് അടിച്ച് സെറ്റപ്പ് ഇത് നോക്കണ്ട, ഇത് പൊടിയാ. ഇതൊന്നും കൂടെ ഇതിന്റെ അകത്ത് ഇതുണ്ടോ, ഇതിപ്പോ ഇങ്ങനെ തോണ്ടി കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നുണ്ടോ. ഇതിന്റെ അകത്ത് പൊടിയുണ്ട്. പൊടിയെല്ലാം കഴുകി കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് വൃത്തിയും സംഭവങ്ങളും കിട്ടത്തുള്ളൂ. പിന്നെ വേറെ കാര്യമുണ്ട്, ഇത് നമുക്ക് പോളിഷ് ഒന്നും ചെയ്യണം. നമ്മൾ ഇത്രയും നമ്മൾ പെയിന്റ് ചെയ്താ, ഇത്രയും നമ്മൾ മറ്റേ പെയിന്റ് ചെയ്താ, നമുക്കൊന്ന് പോളിഷും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവം ഇതാവും, വൃത്തിയാവും, കളറാവും. ചിലപ്പോൾ ഞാൻ ഈ ഫ്രണ്ടിലെ ഹെഡ് ലാമ്പ് മാറ്റും കേട്ടോ. ഇതിന് മാത്രം ഒരു ക്വാളിറ്റി ഇല്ല. പക്ഷെ അതേ സമയത്ത് ഇതുണ്ടോ, ഈ കാണുന്നത് നല്ല കിടിലൻ ഹെഡ് ലാമ്പ് ആട്ടോ. പണിയുണ്ട്. ഇന്ന് രാത്രി ഇതിന്റെ പണി തുടങ്ങി കഴിഞ്ഞാൽ നിശ്ചലമായി ഒരു വീല് വാങ്ങണ്ടേ, ഒരു വീലും വാങ്ങണ്ട, ഒരു ടയറും വാങ്ങണം. 2 സ്റ്റെപ്പിന് വേണമെന്നല്ലേ പറഞ്ഞത്? 2 സ്റ്റെപ്പിന് വേണമെന്ന് പറഞ്ഞാൽ ചൈന കയറാൻ നേരത്തെ. അപ്പൊ ഓൾറെഡി നമ്മുടെ അടുത്ത് ഒന്നുണ്ട്, ഒരു ഇതും ടയറും കൂടെ വാങ്ങണം. അതാട്ടോ അതിന്റെ യാഥാർത്ഥ്യം. പിന്നെ ഉണ്ടല്ലോ ഫ്രണ്ടിലൊക്കെ ഡാഷ്ബോർഡും സംഭവങ്ങളൊക്കെ ഇവർ പറിച്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. CCTV സാധനം ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ല, അവർക്ക് ഫിറ്റ് ചെയ്യണ്ട കേട്ടോ. അതായത് ഈ കാണുന്ന സാധനം കണ്ടോ, ഇവിടെയൊക്കെ എല്ലാ സാധനങ്ങളും ഇതുണ്ടോ, A to Z എല്ലാ സാധനങ്ങളും ഇതുപോലെ പറിച്ചിട്ടാണ്. ഇതാ സ്വിച്ച്. ഇത് ഏത് സ്വിച്ചാണ് ഉദ്ദേശിച്ചത്? ഇവിടെയൊക്കെ ഫുള്ള് A to Z എല്ലാ കാര്യങ്ങളും. उधर साइड में एक स्विच कंप्लेंट है, वो चेंजिंग करेगा, मॉर्निंग बोलेगा, वो सामान आएगा आज चेंज करेगा. सामान नहीं आएगा ना പ്രോബ്ലം. നോക്കൂ, സത്യം പറയാലോ, അതായത് നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങൾ തീർന്നില്ലെങ്കിൽ വലിയ പ്രശ്നമാവും. കാരണം കുറേ സ്ഥലത്ത് വണ്ടി വരുമെന്ന് പറഞ്ഞ് എല്ലാ സംഭവം ചെയ്തു വെച്ചിരിക്കുകയാണ്. അഡ്വാൻസ് സംഭവങ്ങളെല്ലാം കൊടുത്തു വെച്ചിരിക്കുകയാണ്. അഡ്വാൻസ് കൊടുക്കും ഗൈസ്. അപ്പോൾ പോകാൻ പറ്റില്ല, പണി പാടും. അപ്പം ഇവിടുത്തെ ഇനിയിപ്പോൾ 2 ദിവസം പണി ഉണ്ടാവും ഇവിടെ എന്തായാലും. 2 ദിവസത്തെ പണി കഴിഞ്ഞ് ജോർജിയുടെ അടുത്ത് കൊണ്ടുപോകണം. പിന്നെ അതേപോലെ തന്നെ വലിയ മനുഷ്യന്റെ അടുത്ത് പണി തീർക്കണ്ട. അല്ല, അതേപോലെ വേറെ സംഭവം മതി ഫ്രണ്ട്സേട്ടൻ്റെ അടുത്ത്. ഫ്രണ്ട്സേട്ടൻ പിന്നെന്ന് വെച്ചാൽ എവിടുന്നാ നമുക്ക് ശരിയാക്കി തരും. ഗൈസ്, ഇറ്റ് ഈസ് വെരി ടഫ് ആൻഡ് വെരി കൺജസ്റ്റഡ് ആയിപ്പോ കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കൺജസ്റ്റ് ആകാൻ പാടില്ല. ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് ഒരു തെറ്റ് പറ്റിയിരുന്നേ. നമ്മളൊരു ഇച്ചിരി നേരത്തെ വണ്ടി പണിയാൻ വേണ്ടി കയറ്റാൻ ഞങ്ങൾ പാകിസ്ഥാൻ വഴി പിന്നെ യൂറോപ്പിന് പോകാൻ വേണ്ടി നോക്കി. ഞങ്ങൾ ചൈനയിലെ എപ്പം വേണേലും പോയി കയറായിരുന്നു. പക്ഷെ അത് എന്നെ സംഭവിച്ചു. ഗൈസ് നോക്കുക, എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ വഴി ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്തപ്പോഴല്ലോ എന്നെ സംഭവിച്ചു വെച്ചാൽ ഞങ്ങൾ ഈ ചൈനയുടെ കാര്യം അത്ര ഇത് കൊടുത്തില്ല കേട്ടോ. അതായത് എന്താ പറയുക, ഒരു സ്ട്രെങ്ത് കൊടുത്തില്ല. പക്ഷെ അവസാനം നടന്ന ചൈനയാണ്. ഇപ്പം ചൈന വഴി പോകേണ്ടി വന്നു. രാത്രിയിൽ നമ്മുടെ ഈ കാണുന്ന കുട്ടനയിൽ നിന്ന് പണിയണം കേട്ടോ. ഇല്ല പണി ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. 5:30 കഴിഞ്ഞിട്ട് പണി തുടങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പരിപാടി ഇന്ന് രാത്രി തീർക്കണം. പിന്നെ അതേപോലെ തന്നെ വരാൻ നേരത്തെ ഈ കാണുന്ന വണ്ടിയിൽ നമ്മളിപ്പം കാണുന്നത് പെയിന്റും അതുപോലെ തന്നെ ഇതിൻ്റെ സാധനങ്ങളും സംഭവങ്ങളൊക്കെ ഒട്ടിച്ചതും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. പക്ഷേ ഇതല്ല കേട്ടോ, ഇതിനകത്ത് നമ്മൾ എഴുതി വെച്ച് കൊടുത്താക്കുന്ന പണി കുറേ പരിപാടിയുണ്ട്. ഉള്ളിലും സംഭവങ്ങളൊക്കെ ചെയ്യാൻ നേരത്ത് ഇവിടെ ഒരു CCTV ലൈൻ വന്നിട്ടുണ്ട്, തൊട്ടപ്പുറം CCTV ലൈൻ വന്നിട്ടുണ്ട്. ഇപ്പം പ്രതീക്ഷിച്ചത് അത് മാത്രമേ കാണുള്ളൂ. പിന്നെ ഉള്ളിലേക്കൊക്കെ വരാൻ നേരത്ത് സാധനം തുറക്കുന്നില്ല. എടാ ഇത് പറയാം, ഇതിന് ലോക്ക് കംപ്ലൈൻറ്റാ. ഏത് ലോക്ക്? നീ പറഞ്ഞോ? എഴുതി കൊടുത്തോ? അല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല, എഴുതി കൊടുക്കുക. അത് എഴുതിക്ക്, ഇപ്പം തന്നെ എഴുതിക്കോ. ഇതുണ്ടോ, ഇത് കംപ്ലൈൻറ്റ്, ഇത് ലോക്കാകത്തില്ല. പക്ഷേ ഈ കാണുന്ന ലോക്ക് കംപ്ലൈൻ്റ് ആട്ടോ. പിന്നെ അതുപോലെ ഇവിടെ ഒരു സാധനം ഷീറ്റ്, റെക്സിൻ്റെ ഈ ഒരു ഷീറ്റ് ഉണ്ടോ, ഈ കാണുന്നൊരു ഷീറ്റ്. ഇവിടെ ഈ ഒരു പിന്നെ വല പോലെയല്ലേ വെച്ചാക്കുന്നത്, അത് മാറ്റിയിട്ട് ഒരു ഇത് റെക്സിനാക്കണം കേട്ടോ. അങ്ങനെ പരിപാടികൾ പണിയുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ വണ്ടിയുടെ പണി തീർത്തിട്ട് അതിൽ വരട്ടെ. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഏതാണാ സ്ക്രൂ എന്താ ചെയ്യാം? ഇടണം. കഴിഞ്ഞു വരാം. ആണോ? അത് കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു. ഡോർ ഇറക്കാന്ന് കൊണ്ട് ഇറക്കിയിട്ടൊന്നുമില്ലല്ലോ. ചെലവഞ്ചനോട് ഡോർ ഇളക്കിയിട്ട് മറ്റേ ഇത് മാറ്റാൻ വേണ്ട, പാമ്പ് പണിയെല്ലാം കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞാൽ കയറുവോ? കയറൂലേ? പിന്നെ ഇന്ന് കയറുന്ന ഇവര് പറയുന്നത്. സാധനം വന്നോ? വന്ന സാധനങ്ങൾ എവിടെ ഇരിക്കുന്നത്? ഇക്കിനോട് ചോദിച്ചാൽ മതി. ഓക്കെ, കമാൻ. ഐസ് നോക്കൂ, ഞങ്ങൾ നേരെ നജീബിക്ക് എടുത്തിട്ട് പോകട്ടോ. ഓക്കെ, ആ കാണുന്ന വാഹനം, ആ കാണുന്ന വണ്ടി ഈ രീതിയിൽ എത്തി കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട് അതിന് പണിത് സെറ്റപ്പായിട്ട് വരണം. അങ്ങനെ പൊത്തിന്റെ അകത്ത് നജീബിക്ക് ഇറങ്ങി വാങ്ങിക്കൊണ്ട് പാതാളത്തിൽ നിന്ന് ഇറങ്ങി വരാൻ
നമ്മുടെ ഡോറിന്റെ ഇത് തന്നെയൊക്കെ പറയുന്നത് ഇഞ്ചസ്. ഈ കാണുന്ന രണ്ടെണ്ണമാണ് ബെൻഡായി പോയിട്ട് നമ്മുടെ വണ്ടിയുടെ ഡോറ് തൂങ്ങി കിടക്കുന്നത്. ഈ സാധനം നമ്മൾ തല്ലി പൊട്ടിക്കുന്ന സമയം ഇങ്ങനത്തെ വാങ്ങുന്നത് നല്ലത്. കമ്പനിന്ന് വാങ്ങുന്നതല്ലേ? അതന്നെ. അല്ല നമ്മുടെ മറ്റേ വണ്ടിക്ക് വേണ്ടി ഇങ്ങനെ തല്ലി പൊട്ടിച്ച് ഡോറ്. വേറൊരു കേസ് നമ്മൾ മറന്നുപോയൊരു കേസ്, ഈ സാധനം മേടിക്കണം നമ്മുടെ വണ്ടിയുടെ മറ്റേ ഇതിനകത്ത് ഒട്ടിക്കാൻ വേണ്ടി. പോണ്ടേ അങ്കമാലി പോണ്ടേ? അങ്കമാലിയിൽ അവിടെ എവിടെയെങ്കിലും ഈ സാധനം കിട്ടുന്നത് ചാലക്കുടിയിൽ. അതായത് ഈ കാണുന്ന സാധനത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുള്ളിൽ കയറൂല. അതായത് നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ ചൂട് കയറായിരിക്കും. അതാണ് മെയിൻ സെറ്റപ്പ് കേട്ടോ. അത് പറ്റില്ല, നമുക്കിത് മതി. പക്ഷെ പുള്ളി തരൂല. ഇല്ല, ഞങ്ങൾ ചോദിച്ചു പിന്നെ കണക്ക് കൊടുക്കണമെന്ന് ഞാൻ ചോദിച്ചല്ലോ ഇവനെ. ചേട്ടാ ഇതിന്റെ ഇച്ചിരി തരാമോ? നമുക്ക് അത്യം പറഞ്ഞ ഇത് മതിയായിരുന്നു. ഇതിപ്പോ എന്റെ വിഷയം അറിയാമോ? ഇങ്ങോട്ട് കമ്പനിക്കായിട്ട് മേടിച്ചിട്ട് നമുക്ക് മുറിച്ചെടുക്കേണ്ടി വരും. പീസായിട്ട് കിട്ടില്ല, റോളായിട്ട് കിട്ടും. റോളെടുത്തിട്ട് ബാക്കി വണ്ടി വെക്കണം. തരുന്ന വണ്ടിക്കല്ലാതെ നിങ്ങൾക്ക് ഭയങ്കര അതല്ല വേറെ കാര്യമുണ്ട്. 1-2 രൂപയിലിട്ടത് നല്ല പൈസ വരും. 200 രൂപ മീറ്റർ 200 റോള് 100 മീറ്റർ ആണ്. കാശ് എത്ര? 2 ലക്ഷം. എത്ര? 20,000 രൂപ. സെൽവൻചാണ്ടിനെ പിടിക്കണം, ഓടിച്ചിട്ട് പിടിക്കണം. സെൽവൻചാണ്ടി ഡോർ ഫിറ്റ് ചെയ്ത് തരണേ, ഡോർ ഫിറ്റ് ചെയ്ത് തരണേ. എന്റെ ഇഞ്ചസ് സെൽവൻചാണ്ടൻ പറഞ്ഞ രീതിയിൽ മറ്റേ സാധനം മേടിച്ചിട്ടുണ്ട്. സാധനം മേടിച്ചു. ഇതാ കൊണ്ട് തരാം, ഇപ്പം കൊണ്ടുതരാം, കൈ കൊണ്ടുതരാം. സാധനം മേടിച്ചിട്ടുണ്ട് സെൽവൻചാട്ട. ആ സാധനം സെൽവൻചാട്ടൻ ഇന്ന് ഫിറ്റ് ചെയ്ത് തന്നു. സെൽവൻചാട്ടൻ പറഞ്ഞ സാധനം മേടിച്ചു. ഡോർ ഊരുന്നു, അത് പിടിപ്പിക്കുന്നു, വെക്കുന്നു. ആ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഓക്കെ ആണോ? എന്നാ അയച്ചോ. ലിവിന്റെ ഈ ഇരിക്കുന്ന സാധനങ്ങളാണ് നമുക്ക് അതിലേക്ക് വെക്കേണ്ടത് കേട്ടോ. സെൽവൻചാട്ടൻ ഇത് സാധനം തന്നില്ല എന്ന് പറയല്ലോ കേട്ടോ. ഇത് മറ്റേ അരയല്ല, ഇതാ അതിന് വെക്കുന്ന സാധനം കിട്ടൂല കേട്ടോ. സാധനം കിട്ടാൻ സാധ്യത കുറവാണ്. നജീബുക്ക പറഞ്ഞ പണിയിൽ എന്നൊക്കെ ഇനി ബാക്കിയുള്ള എല്ലാ പണി ബാക്കിയുണ്ടല്ലേ? നമുക്ക് എന്താന്ന് പറഞ്ഞാല് പറഞ്ഞ പണി അല്ലല്ല, ഞാൻ പറയട്ടെ. ഞാനൊന്ന് പറയാനുള്ള എനിക്ക് കുറച്ച് സമയം തരും. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് മിനിയാന്നാണ് ഇത് പെയിന്റ് അടിച്ച് തീർന്നത്. ഇന്നലെ രാവിലെയാണ് നമുക്ക് ഉണങ്ങി കിട്ടിയത്. ഉണങ്ങി കഴിഞ്ഞിട്ട് ഇതിന്റെ അകത്തേക്ക് കയറാന്ന് പറയുന്നത് നമ്മുടെ പവർ വിൻഡോയുടെ ഇത് നമുക്ക് നാളെ കിട്ടുള്ളൂ മെയിൻ. പിന്നെ സെൻട്രൽ ലോക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതെല്ലാം വന്നിട്ടുണ്ട്. ഓസ് ഇപ്പൊ നമ്മൾ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഓസ് നമ്മൾ കണക്ട് ചെയ്യുന്നു, സെൻട്രൽ ലോക്കിന്റെ പരിപാടികൾ തീർക്കുന്നു. പിന്നെ അകത്തുള്ള അത്യാവശ്യമുള്ള പരിപാടികളെല്ലാം നമ്മൾ ഇന്ന് തീർക്കും. നാളെയുള്ള ഫൈനൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് പവർ വിൻഡോയുടെ വർക്ക് തീർത്താൽ വണ്ടി ഇവിടെ നിന്ന് നമ്മൾ സെറ്റപ്പ് ആയിട്ടാണ് യൂറോപ്പിലേക്കാണ് പോവുകയാണ്. വേറെ കഥയൊന്നുമില്ല. വണ്ടി പോയി മറ്റേ ഇതിന്റെ പവർ വിൻഡോയുടെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് അതേപോലെ കിടക്കും കേട്ടോ. ഇതെല്ലാം ഇതിന് റെഡിയാക്കി എടുക്കണം. സെൽവൻചാട്ടൻ എന്നാ സെൽവൻചാട്ടൻ കാണിക്കുന്നത്? മസാജിന് വന്നാണോ? എനിക്ക് പുതിയ പട്ട വേണം, പഴയത് പറ്റൂല, അടിക്കണ്ടേ? ഞാൻ പുതിയത് മേടിച്ചപ്പം കുടുങ്ങി, ഇപ്പൊ മാറ്റണ്ടേ? നോക്കൂ, ഫൈനലി അങ്ങനെ നമ്മുടെ പാച്ചൻ സെൽവൻചാട്ടനെ നമ്മൾ പാച്ചിന് വേണ്ടി കയറ്റി വിട്ടാക്കാണ്. അതായത് അതിന്റെ ഡോറിന്റെ പരിപാടിയുണ്ട്, അതിന് വേണ്ടി വിട്ടാക്കും കേട്ടോ. വൈകുന്നേരത്തേക്ക് ഇപ്പുറം നമ്മുടെ പരിപാടി വരും. ഹായ്, എവിടെ പോവാ? അവിടെ നിന്ന് എവിടെ പോയല്ലെന്ന് ഇന്ന് വരാൻ. ആദ്യം ടാറ്റ വെഞ്ചർ മേടിച്ചത് ഈ കാണുന്ന ഇവരെടുത്തു നിന്നാണ്. ഇവരെടുത്തു ടാറ്റ വെഞ്ചർ മേടിച്ചല്ലേ. എനിക്ക് ആദ്യമായിട്ട് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ആ കാണുന്ന ടാറ്റ വെഞ്ചർ താക്കോല് കൈമാറിയ ചേട്ടനാണ്. അതിനുശേഷം അല്ലേ നോക്കി ചേട്ടന്മാർ ഇപ്പൊ ട്രാവൽസ് നടത്തുന്നു, സ്വന്തമായിട്ട് ട്രാവൽസ് സംഭവങ്ങളൊക്കെ നടത്താൻ. അപ്പം കഴിഞ്ഞ എത്ര ദിവസം? 7 ദിവസം. എത്ര ദിവസം? 7 ദിവസമായിട്ട് ഇവിടെ. ഓക്കെ, താങ്ക് യു. സെൽവൻചാട്ടനും ലിബിനും കൂടി ഉണ്ടല്ലോ ഇതിന്റെ പരിപാടി കേട്ടോ. എന്നാലും ഇപ്പം സെൽവൻചാട്ടൻ്റെ ഉള്ളിൽ ഒന്ന് കയറിയില്ല, കുടുങ്ങിപ്പോയി. ഡോറ് കംപ്ലൈന്റ് അല്ലേ? സെൽവൻചാട്ടാ, ഈ ഡോറിന് അത്യാവശ്യം പണിയുണ്ട്. ഈ ഡോറിന് അത്യാവശ്യം പരിപാടിയും കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഇത് ഊരിക്ക സെൽവൻചാട്ടാ മൊത്തത്തില്. ഈ കാണുന്ന ഡോറില്ലേ, ഈ കാണുന്ന ഡോറ് മൊത്തത്തിൽ ഊരിയെടുത്തോ. ഇത് മറ്റേ എത്ര ചെയ്താലും ഇതിന്റെ അലോമെന്റ് ശരിയാവുള്ളൂ, അല്ലാതെ അലോമെന്റ് ശരിയാവില്ല. ഈ കാണുന്ന 2 എണ്ണം കണ്ടോ? ഈ കാണുന്ന 2 എണ്ണത്തിന് ഇത് പോയതാട്ടോ. അപ്പോൾ ആ പോയതുകൊണ്ട് എന്നെ സംഭവം വെച്ച് കഴിഞ്ഞാൽ എത്ര ഇട്ടാലും ശരിയാവില്ല. അതുകൊണ്ട് ഈ കാണുന്ന ഈ 2 പുതിയ സംവിധാനങ്ങൾ ഇതിലേക്ക് കയറ്റിയാൽ മാത്രമേ ശരിയാവുള്ളൂ. ഏറ്റവും നല്ലൊരു ഡോറ് വാങ്ങുന്നതായിരുന്നു. ഡോറ് വാങ്ങിയാൽ മതി. ആ ഡൈസോക്ക് വർക്ക്ഷോപ്പ് നിറച്ചും വണ്ടി കേട്ടോ. എല്ലാ വശത്തും നിറച്ചും വണ്ടികളാണ്. ഇതുണ്ടോ, ഇവിടെയൊക്കെ വണ്ടി കേട്ടോ. ഇതുണ്ടോ, ഈ കാണുന്ന ഭാഗങ്ങൾ ഇവിടെ എല്ലാം ഫുള്ള് വണ്ടി കിടക്കുന്നുണ്ട്. എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ എങ്ങനെ കാണുന്നുണ്ടല്ലോ ഇവിടെ പണിയോണ്ട് ക്യാരവാൻ. എന്നെ പരിപാടിയാടാ? എന്നെ പരിപാടിയാടാ? ഈ ക്യാമറമാനെ
ഇതിന് കുറച്ച് വൈപ്പറിന്റെ പണിയുണ്ട്. നിങ്ങളുടെ ശിഷ്യം മുങ്ങി എന്ത് ശിഷ്യനോ? വണ്ടിയിലില്ല. എല്ലാരും GPS നമ്മുടെ വണ്ടിയിൽ ആരാ പണി എടുക്കുന്നത്? എന്താ അഖിലിനെ അന്നങ്ങാൻ സമ്മതിക്കല്ലോ കേട്ടോ. അപ്പം കൊണ്ടുവന്നിട്ട് അപ്പോൾ ഈ കാണുന്ന വിപിൻ എന്നോട് എൻ്റെ ഈ സ്പെക്സ് ചോദിച്ചു. അവൻ 8000 രൂപ എൻ്റെ വണ്ടി അടിച്ചവൻ എണ്ണി മേടിച്ചവനാ. വിപി നേരെ വിപി ഇങ്ങോട്ട് വാ. ഇതെന്നാ ആര് പറഞ്ഞു കറുത്തുവാണോ? ഗൈസ് നോക്കൂ വിപിനെ ഞാനിപ്പം ഫോട്ടോ എടുത്ത് കൊടുത്തത് അയച്ചു തരാന്നൊക്കെ പറഞ്ഞാട്ടോ ഞാൻ എൻ്റെ വണ്ടിയുടെ പെയിൻ്റൊക്കെ അടുപ്പിച്ച് ഒരു വിധത്തിലാക്കിയ. പക്ഷെ അന്ന് നൈറ്റ്, കഴിഞ്ഞ ദിവസം നൈറ്റ് വണ്ടി പിന്നെ എൻ്റെ വണ്ടിയുടെ ബേക്കൊന്ന് ഇവിടെ റിവേഴ്സ് എടുത്ത് തട്ടി കേട്ടോ. അതൊന്ന് ശരിയാക്കണം. കാണുന്നുണ്ടല്ലോ അർബാനിയ ഉണ്ടല്ലോ, അതായത് ഫോഴ്സിൻ്റെ പുതിയ അർബാനിയ. ആ കാണുന്ന വണ്ടിയുടെ ഫ്രണ്ട് ഗ്രില്ല് സാധാരണ ഇതിൻ്റെ ഗ്രില്ല് ഇങ്ങനെ അല്ല കേട്ടോ. അത് മാറ്റിയിട്ട് മെഴ്സിഡീസ് ബെൻസിൻ്റെ AMG കിറ്റിൻ്റെ ഫ്രണ്ടിലെ ഗ്രില്ല് കയറ്റുന്നുണ്ട്. കാരണം അതിൻ്റെ ഫുൾ പണി കഴിഞ്ഞിട്ടില്ല. ഇത് നാളെ കഴിഞ്ഞിറങ്ങത്തുള്ളൂ. ഇതിൻ്റെ അതും കൂടെ അടച്ചേക്കാം, നല്ല ലുക്കായിരിക്കും. ബോണറ്റ് ഒരു പ്രത്യേക ഫീലിംഗ് ആട്ടോ. ബെൻസിൻ്റെ ലോഗൊക്കെ വന്ന് സത്യം പറഞ്ഞാൽ ഇത് ബെൻസ് സ്പ്ലിൻഡർ ആട്ടോ. എനിക്ക് തോന്നുന്നു അവർ പാറ്റൻറ്റ് കൊടുത്ത് പണിയുന്നതാണെന്ന് തോന്നുന്നു എനിക്ക് വിശ്വാസം. കണ്ടോ ബെൻസ് സ്പ്ലിൻഡർ പോലെ വരും കേട്ടോ. ആ ഒറ്റ ഗ്രില്ല് മാറിയ വണ്ടി ബെൻസായി. കണ്ടോ ഇനിയിപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ലോഗോ ഒക്കെ വരാനുണ്ട് കേട്ടോ. വേറെ കാര്യമുണ്ട്. എന്നാ ഇതാരോ ഇതിന്റെ ഐഡിയ പറഞ്ഞു തന്നെ? ആരാ? എന്നെ പൊക്കി പറഞ്ഞല്ലോ ഇത് വിറ്റ് പോകുന്നതിൽ 1% ഷെയറും എനിക്ക് തന്നില്ലെങ്കിൽ എന്റെ പ്രത്യാഘാതങ്ങൾ ഏൽക്കുന്നതായിരിക്കും. ഇതിൽ ഞങ്ങൾക്ക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വലിയൊരു പൈസ ചെലവായതാട്ടോ. കാരണം ഈ ഒരു 10-30,000 രൂപ മോൾഡ് എടുക്കാൻ വേണ്ടി നമുക്ക് മോൾഡ് എടുക്കാനായിട്ട് ചെലവായി. അതിനുശേഷം രണ്ടാമത് വീണ്ടും മോൾഡ് എടുക്കേണ്ടി വന്നു. അതും കൂടെ കൂട്ടുമ്പോൾ 40,000-45,000 രൂപ ഈ കാണുന്ന മോൾഡ് എടുക്കാൻ വേണ്ടി ചെലവ് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിപ്പോ നമ്മളിപ്പോ ഫൈബറിൽ ഇപ്പൊ മോൾഡ് എടുത്തൊരു പീസ് റെഡി ആക്കി ഫിറ്റ് ചെയ്ത് നോക്കണാണ്. ഇത് ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മളത് പുതിയൊരു മോൾഡ് എടുത്ത് പുതിയൊരു സാധനമായിട്ട് ഇത് പുറത്തേക്ക് ഇറങ്ങും. എന്നാലും ഫസ്റ്റ് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇപ്പൊ കണ്ണൂരുള്ള ടീമിന്റെ വണ്ടിയിൽ നമ്മളിപ്പോ ഫിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന സാധനം. കാരണം അവരുടെ വണ്ടിയിലിപ്പോ ഫസ്റ്റ് നമ്മള് ഈ സാധനം കേറ്റുന്നത് കാരിയർ, അതേപോലെ TV ക്യാബിൻ, ഗ്രില്ല്, സൗണ്ട് വർക്ക്, എല്ലാവിധ വർക്കും അർബാനിയാണ്. നോക്ക് കമ്പനിയിൽ പുതിയ മാറ്റങ്ങൾ വന്നു. എവിടെയൊക്കെ ചായ കിട്ടുന്നത്? ചായ കിട്ടുന്നത് എവിടെയാ? ചായ കിട്ടുന്നത് അതിന്റെ ഫ്രണ്ടിൽ ചെന്ന 4 മണിക്ക് ചായ, രാവിലെ 10 മണിക്ക് ചായ. കടിയില്ല. കടിയുള്ളവർ കടിക്കേണ്ടി വരും സ്വന്തം കയ്യല്ലേ. കാണുന്ന ഇവിടെ ഞാൻ ഈ കാണുന്ന സംഭവത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്ത് തൊട്ടിപ്പുറത്ത് ലിബിൻ വളരെ ആത്മാർത്ഥതയോടുകൂടി സെൽവൻ ചേട്ടനെ കൊണ്ട് ഈ പരിപാടി തീർക്കണം. അല്ല നമ്മുടെ കാര്യം തീരുമാനം വേർത്തൊലിക്കോട്ടോ. സത്യം പറയല്ലോ ഞങ്ങൾ വേർത്തൊലിക്കോട്ടോ. നല്ല രീതിയിലുള്ള പിന്നെ ഇതാട്ടോ ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുന്ന ചൂടാണ്. വേർത്തൊലിക്കോട്ടോ. വേർത്ത് അങ്ങനെയല്ലേ പറയാം. സെൽവൻ ചേട്ടൻ ഉണ്ടല്ലോ ആ ഡോറിന്റെ സംഭവങ്ങൾ ഓരോന്നായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ചായ വേണോടാ? കട്ടൻ ചായ ഉണ്ടോ? വാ കമ്പനിയുടെ ഇവിടെ കറക്റ്റ് കാണിച്ചു തരാം. ഇതുണ്ടോ ഫുള്ള് തുരുമ്പാട്ടോ. ഈ കാണുന്ന തുരുമ്പ് മൊത്തം പൊട്ടിയിട്ട് ലെവലാക്കണം. അല്ലെങ്കിൽ മഴയത്ത് ഈ വണ്ടി കിടക്കാൻ നേരത്തെ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് തുരുമ്പ് കയറും കേട്ടോ. ഇതാണ് ഞങ്ങളുടെ സ്റ്റിക്കർ വർക്ക് ചെയ്യുന്ന ആളേട്ടോ. വീട് എവിടെയാണാ? ഇടുക്കി. പേര് സച്ചിൻ. സച്ചിനാണ് നമ്മുടെ ഇവിടുത്തെ പുതിയ സ്റ്റിക്കർ വർക്കുകാരൻ. പക്ഷേ ഇതാണ് പുതിയ ചായ സ്ഥലം കേട്ടോ. അതായത് ഈ കാണുന്ന ഇവിടെ ചായ കിട്ടും അല്ലേ ചേട്ടാ? മധുരമുണ്ടോ? കടുപ്പമുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ ചായ. ചേട്ടൻ്റെ പേരെന്നാ? എന്റെ പേര് ബിജു. നേരത്തെ ഫസ്റ്റ് വർക്ക്ഷോപ്പിൽ ചേട്ടൻ ഉണ്ടായിരുന്നു. രണ്ടാമത് ചേട്ടൻ വീട് എവിടെയാണ്? പെരുമ്പാവൂരുകാരനാട്ടോ. കഴിച്ച് നോക്കിയതുണ്ടോ? ഇവിടെ ആകുമ്പോൾ എല്ലാവർക്കും വന്ന് ചായ ഇഷ്ടത്തിന് വന്ന് കുടിക്കാം. കട്ടൻ ചായയാണ്. പാലും ചായ എന്നുള്ള ഇത് വേണ്ട. അപ്പോൾ ചിലർക്ക് വിത്ത് അങ്ങനെയൊക്കെ ഉണ്ടോ. ഇതാകുമ്പോൾ ഒറ്റ ഉള്ളൂ, അതങ്ങ് കുടിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ടീ ടൈം ആട്ടോ. എല്ലാവരും ചായ കുടിക്കുന്ന സമയമാണ്. അതേസമയത്ത് സെൽവൻ ചേട്ടനും ലിബിനും അവിടെ നിന്ന് വിടുന്നില്ല കേട്ടോ. ഇതുണ്ടോ ഈ കാണുന്ന ഇവിടെ സെൽവൻ ചേട്ടനും ലിബിനും ഡോറിന്റെ പരിപാടി നടത്തിക്കൊണ്ടേയിരിക്കും കേട്ടോ. ലിബിനെ സെൽവൻ ചേട്ടനെ വിടുന്നില്ലടാ. ഫൈനലി അഖില് വണ്ടിയെ കയറി. ഗൈസ് ഫൈനലി അഖിൽ അഖില എല്ലാം ചെയ്തോട്ടോ. ഞാൻ അവസാനം മറ്റു സാധനം നോക്കും. ഏതാ എഴുതി തന്നാക്കുന്നേ? എഴുതി തന്നെ വെട്ടിക്കളഞ്ഞ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിനക്ക് ഹോംവർക്ക് അതുകൊണ്ടല്ല ഞാൻ കേസ് പറയട്ടെ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഏഷ്യൻ ട്രിപ്പിന് പോയി കഴിഞ്ഞപ്പോൾ മലേഷ്യ, തായ്ലൻഡ്, കംബോഡിയ, വിയറ്റ്നാം പോയി കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളെ ഇവിടുന്ന് വിസ എടുത്തോണ്ട് കൊണ്ടുപോവാം. ഒരു പ്രശ്നമല്ല. ശങ്കം വിസ എങ്ങനെ വെച്ചെടുക്കും? ഭാഗ്യം. നമ്മളാ രാജ്യങ്ങളൊക്കെ എന്തിനാണ് ഇവരെ ഇങ്ങനെ പറയണേ? അതാണ് അതിൻ്റെതായ ഒരു വ്യത്യാസം. മനസ്സിലായി? കാര്യം പറ്റി കിട്ടിയോ? അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ പറയത്തില്ല. പിന്നെ ദിവസങ്ങൾ നമുക്ക് വളരെ കുറവാണ്. മനസ്സിലായി?
ഇക്കേക്ക് ഈയിടെയായിട്ടൊന്നും മനസ്സിലാകുന്നില്ല, പ്രായമായോ? മനസ്സിലായി മനസ്സിലാകുന്നുണ്ടല്ലോ. മനസ്സിലായാ മതി. കൈ നോക്കൂ, തൊട്ടിപ്പോ സെൽവൻ ചേട്ടൻ തകർക്കുവാണോ? അയ്യോ, സെൽവൻ ചേട്ടൻ ഡോർ ഒരു പൂര കളഞ്ഞു കേട്ടോ. ഡോർ ഊരി കഴിഞ്ഞാൽ പുതിയ സാധനം ഇടാൻ പറ്റുള്ളൂ. ആണോ? നജീബിക്ക വന്നേ. നജീബിക്കയും ലിബിനും കൂടെ ഉണ്ടല്ലോ ഈ കാണുന്ന ഇവിടെ. ഡോർ ഊരി എടുത്തു കേട്ടോ. ഗൈസ് ഫൈനലി ഡോർ ഊരി എടുത്തു. ഡോർ ഊരി എടുത്തിട്ട് അടുത്ത ക്ലാമ്പിനുള്ള പരിപാടി കേട്ടോ. നിങ്ങൾക്കൊരു കാര്യം അറിയാം, അമേരിക്കയിൽ UPS അങ്ങനെ പറഞ്ഞൊരു മറ്റേ കൊറിയർ കമ്പനി ഉണ്ട്. അവർ ന്യൂയോർക്കിൽ ഓടുന്ന വണ്ടികൾക്ക് ഇതേപോലെ ഡോർ ഉണ്ടാവില്ല. ഡോറില്ല, സമയം ലാഭിക്കാൻ വേണ്ടിയാ. അത് വേറെ കാര്യമൊന്നുമില്ല. അല്ല, ഇതെന്തറിയോ, ഈ ഒരു ഡോറിന് ഏതാണ്ട് 100 കിലോ വരും. നമുക്ക് അത്രയും കാശ് കുറച്ചടച്ചാ പോരെ. പറ, ലെഫ്റ്റ് ഡോറില്ലാന്ന് പറയാം. ഞങ്ങളെ മോഡൽ വണ്ടിയാണെന്ന് പറയാം കേരളത്തില്. പറ, കുറയും. പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ ബോഡിയുടെ ഇതും കുറയും. നമ്മുടെ ഫൈനലി നമ്മുടെ പിന്നെ അത് തന്നെ. അയ്യോ, പേര് കിട്ടില്ല, ഇപ്പൊ തെണ്ടിപ്പോയ കേട്ടോ ഞാൻ. എന്റെ പേര് മാറ്റി പറയോ? നോക്കൂ, അതായത് ഇപ്പൊ ഈ കാണുന്ന സംഭവം ഊരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഭയങ്കര സംശയം. പക്ഷെ ഈ സാധനം വന്നതും ഇത് ഫിറ്റ് ചെയ്തതും വളരെ നല്ല നിമിഷമായതുകൊണ്ട് സംശയങ്ങളൊന്നും ഇവിടെ പ്രസക്തി ഇല്ലാത്തതിനാല് ഇതിപ്പോ എന്താ സംഭവം അറിയാവോ? ഇത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് വിയറ്റ്നാമിലോ എവിടെയോ വെച്ചിട്ട് ഈ വണ്ടി ചെറുതായിട്ടൊന്ന് അടിവശം തട്ടിയ സമയത്ത് അല്ല, നിങ്ങൾ പോയ സ്ഥലം പറഞ്ഞ വണ്ടി കാണാൻ പോയത് എവിടെ വെച്ചാ? കംബോഡിയ. കംബോഡിയാണോ ലാവോസ് ആണോ? ഇപ്പം പറയണേ, നിനക്ക് ഇപ്പം പൈസ തരും. റോഡ് സൈഡ് കുഴിയിൽ വീണതല്ലേ, പൈസ ഇല്ല. വേറെ കാര്യമുണ്ട്, നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും മെസ്സേജ് അയക്കണ്ട. ആ സ്ഥലം ഓർമ്മ അറിയാലോ. ഞാൻ പറയുന്നു, ഞാനിവിടെ പറഞ്ഞ കംബോഡിയ ചൈനയ്ക്ക് പോകുന്ന വഴിക്ക് ചൈനക്കാരുമായിട്ടാണ് ലാവോസ്. ഞാൻ പറയുന്നത് ലാവോസ്. കാസർഗോഡ്. അടിപൊളി. നോക്കൂ, വണ്ടിയുടെ പരിപാടികള് ഇന്ന് രാത്രി കൊണ്ട് ഓൾമോസ്റ്റ് എല്ലാം തീരും. കമന്റ് ബോക്സിൽ എല്ലാരും പറയണം, കണ്ണൂരാണോ, ഇടുക്കിയാണോ, പത്തനംതിട്ടയാണോ, എവിടെയാണോ? ആട്ടം കൂടിയിട്ടുണ്ട് അല്ലേ? ഇന്ന് രാത്രി നിന്റെ പരിപാടി ഓൾമോസ്റ്റ് തീരൂലേക്കാ? ഇന്ന് രാത്രി നമ്മളിപ്പോ എത്രയോ രാത്രികൾ പറയണം അല്ലേ? ഇന്ന് തീരും, നാളെ തീരും, എത്രയോ വെള്ളിയാഴ്ച. പ്രതീക്ഷ എത്രയോ വെള്ളിയാഴ്ച കടന്നുപോയി. അറിഞ്ഞില്ല. പക്ഷെ ഇത് അറിയണം. ഇല്ല, ഞങ്ങൾ ശരിക്കും നമുക്ക് സമയമില്ല കേട്ടോ. നോക്കൂ, ഫൈനലി ഞാൻ കുറെ നേരം വണ്ടിക്കകത്ത്, കാരണം ഇത് കുറെ ദിവസമായിട്ട് കുത്തി വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ ക്യാമറ. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം ചാർജ് ചെയ്യാൻ വേണ്ടി പോയി. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു. ഇപ്പം വൈകുന്നേരമായിട്ടോ, ഏകദേശം ഒരു 5-5:30 ആകാറായി. ആ സമയത്ത് ഞാൻ വീണ്ടും പുറത്തിറങ്ങി കേട്ടോ. പുതിയ സെൻട്രൽ ലോക്ക് വന്നതിന്റെ ഭാഗങ്ങളാട്ടോ കാണുന്നത്. സെൻട്രൽ ലോക്ക്, അതിന്റെ കീ സംഭവങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. പ്രീമിയം സാധനം. ഗൈസ് നോക്കൂ, പ്രീമിയം താക്കോല കേട്ടോ. എങ്ങനെ ഉണ്ടാക്കില്ലേ? കാശ് നോക്കിയില്ല. എനിക്കറിയില്ല. ഇല്ല, ഈ സാധനം ഫിറ്റ് ചെയ്യേണ്ട നഗലോട് പറഞ്ഞിട്ട് അത് സയറിനാണ്. ഈ സെൻട്രൽ ലോക്ക് അത് ബാത്റൂമിന്റെ പൈപ്പാണ്. അഖിൽ ഇവിടെ ഫൈനലി ഈ കാണുന്ന പിന്നെ സെൻട്രൽ ലോക്കിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തിറക്കിയാൽ. ഇവന്റെ കീ കണ്ടോടാ? പൈസ 3 ലക്ഷം രൂപയുടെ ക്യാമറ പൈസ ഉണ്ടോ? 3 ലക്ഷം രൂപ അത്ര ഉണ്ട് കാര്യത്തിന്. അഖിൽ ഇവിടെ നീ എന്തൊക്കെ ഇപ്പം ചെയ്തോ? സെൻട്രൽ ലോക്ക് കഴിഞ്ഞു. ഇനിയിപ്പോ റിവേഴ്സ് മറ്റേ CCTV ക്യാമറ ഇല്ലേ, അതിന്റെ വർക്ക് ചെയ്തോണ്ട്. സെൻട്രൽ ലോക്ക് കഴിഞ്ഞു, ഇനി CCTV, പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ബാക്കി എല്ലാ സാധനം ഫിറ്റ് ചെയ്യണ്ടേ? വിവിൻചാട്ടും ഞങ്ങളുടെ കാരിയറും പിന്നെ സ്റ്റെപ്പിനി റാക്കറ്റും കൂടെ പെയിന്റ് അടിച്ച പരിപാടി കഴിഞ്ഞില്ല വിവിൻചാട്ടാ? അതും കൂടി എനിക്കൊരു സ്റ്റെപ്പിനി ഇല്ല, എനിക്ക് ആകെയുള്ള വണ്ടിയുടെ സ്റ്റെപ്പിനി. നിങ്ങൾ വൈഫിനെ വിളിക്കുന്ന പാച്ചി തന്നെ നെച്ചൂക്ക കേട്ടോ. ഇതാണ് കുസുമത്തിന്റെ നെച്ചൂക്ക കാണുന്നത് കേട്ടോ. 45 വയസ്സുണ്ട്. ഡൈ വയസ്സ് പറയാൻ പാടില്ല ആരുടെ. നജീബക്ക, നിങ്ങൾ പറഞ്ഞാലേ വിവിൻ കേൾക്കുള്ളൂ. അതൊന്ന് പെയിന്റ് അടിച്ചാൽ മതി. ഏതായിരുന്നു? അല്ല, കാരിയർ അടിച്ചല്ല. വേറെ ഏതാ കാരിയർ? മറ്റേ കാരിയർ, ബേക്കിലെ കാരിയർ. ഇല്ലാത്ത സാധനം സ്റ്റെപ്പി.
അത് ചെയ്ത് കൊടുത്തേടാ, നമ്മുടെ പിള്ളേരല്ലേടാ. എന്റെ പിന്നെ നീ പെയിന്റർ അല്ലേ, പിന്നെ എന്തിനാ നീ ഇലക്ട്രിക് ചെയ്യുന്നത്? ആവശ്യത്തിന് കുളവാക്കാൻ അവനുണ്ട്. ഇനി നിന്റെ കൂടി ഇത് വേണം. ഒരു വലിയ കോമഡി എന്നറിയാമോ, 1.5 വർഷം മുമ്പ് ഈ വണ്ടി പണിത് പോയി പിന്നെ വെച്ച് സ്ക്രൂ ഡ്രൈവർ കഴിഞ്ഞ ആഴ്ച തുറന്നപ്പോ കിട്ടി. ഇക്കാന്റെ സ്ക്രൂ ഡ്രൈവർ കാണാൻ പോയ സ്ക്രൂ ഡ്രൈവർ ഈ വണ്ടിക്കകത്തിരിക്കുവായിരുന്നു. ഓ എന്റെ പൊന്നെ, വണ്ടി കിടന്ന് ഭക്ഷണം കഴിച്ചത് വലുതായി, നീളം കൂടി. ഇതെന്നാടാ വലിച്ചെടുക്കുന്നെങ്കിലേ? ഇതിനെത്രയാ ഇക്ക? സെൻട്രൽ ലോക്കിന് എത്ര രൂപയായി? സെൻട്രൽ ലോക്ക് 2950 രൂപ. അത് വെച്ച് നമ്മൾ ഹോൾസെയിൽ കടയിൽ നമ്മൾ വാങ്ങിക്കണം. കടയിലൊക്കെ ഒരു ഭയങ്കര റേറ്റ് വരും. RD എന്ന് പറയുന്ന കമ്പനി, നല്ല കമ്പനിയാണ്. ഞങ്ങൾക്ക് ആകെയുള്ള സ്പോൺസർ ഇക്ക മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. ആകെ ഒരു സ്പോൺസർ ഉള്ളു കേട്ടോ. ഈ പ്രാവശ്യം നജീബിക്കയുടെ ഫോട്ടോയും സൈനീസ് വലുതായിട്ട് എഴുതണം. അത് വേറെ കാര്യമുണ്ട്. 2 വണ്ടിക്കും സ്പോൺസർ രണ്ട് വണ്ടിക്ക് സ്പോൺസർ ഇക്കാണ്. വേറെ സ്പോൺസർമാർ നമുക്കില്ല. ഇക്ക മാത്രമേ നമ്മുടെ കൂടുതൽ കൂടുള്ളൂ. അല്ലേ? ഒരാഴ്ച നിൽക്കുള്ളൂ. അതാണ് യാഥാർത്ഥ്യം. വെള്ളക്കിളി ഒന്ന് ഇഞ്ചിരി മാറിക്കേ. വെള്ളക്കിളി ഒരു അല്പനേരം കൊണ്ട് മാറിക്കേ. ഞങ്ങൾ നാട്ടുകാരൻ കേട്ടോ, മട്ടന് തന്നെ കവറായേക്കാം. സിറ്റിങ്ങാ? നീ തുറന്നിട്ട് തൂങ്ങുന്നുണ്ടോ നോക്കിയേ? ആണോ? സിറ്റിംഗ് ആണോടാ? ഓക്കെ. സെൽവഞ്ചാനൊക്കെ കിട്ടില്ല പണിക്കാരനാട്ടോ. സെൽവഞ്ചാനെ ഉടുപ്പ് അയച്ചിട്ട് നോക്കണ്ട, ഞാൻ ബാത്റൂമും കാര്യത്തിലും അയക്കുമായിരുന്നു. അത് ഉടുപ്പും കാര്യത്തിലൊക്കെ അയച്ചിട്ട് സെൽവൻ ചേട്ടൻ പണിയെടുത്താ പക്ഷെ പുള്ളിക്കാരനെ കിട്ടണം. ഞാൻ നിന്നില്ലേ, അതുപോലെ പിടിച്ച് നിർത്തി അവിടെ ഒരാളും കൂടി നിന്ന് കഴിഞ്ഞാലേ പുള്ളിക്കാരൻ എത്ര പണിയെടുക്കാണ്ട് വേറെ ആരും കിട്ടലാണ് പാട്. കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി അങ്ങ് പണിയെടുക്കും. 10 മിനിറ്റ് കൂടെ ഡോർ വെച്ചിട്ട് പോയി പുള്ളിക്കാരൻ തോന്നിക്കഴിഞ്ഞാൽ സ്പീഡിൽ പണിയെടുക്കും അല്ലേ? ഗൈസ് നോക്കൂ, വണ്ടിയുള്ള പരിപാടി ഓരോന്നായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സെൻട്രൽ ലോക്ക് കഴിഞ്ഞു. ഇനിയിപ്പം പിന്നെ വേറെ പരിപാടി ബിബി ചേട്ടനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെയിന്റും കൂടി അടിച്ചാൽ മതി. കമന്റ് ബോക്സ് എല്ലാവരും ബിബി ചേട്ടനെ പൊക്കി കമന്റ് അടിക്കണം കേട്ടോ. പുള്ളിക്കാരൻ കമന്റ് വായിക്കുന്നുണ്ട്. ബിബി ചേട്ടൻ സൂപ്പർ. ലിവിനെ ഇപ്പം പറഞ്ഞേക്കോ കേട്ടോ, കമന്റ് ബോക്സിൽ നിങ്ങളെ പൊക്കി പറഞ്ഞേക്കണമെന്ന്. ബിബിൻ ചേട്ടൻ മാസ്, ഉയര്, കൊലമാസ്, പിന്നെ വേറെന്നൊക്കെ വേണ്ടേ? ബിബിൻ ചേട്ടൻ മാസ്, ഉയര്, കൊലമാസ്, പിന്നെ എന്നാ വേണ്ടേ? അരയാട്ടോ. വാ ഇറങ്ങി വാ, അടിച്ചു വാ, വാന്ന്. കഷ്ടമുണ്ട്, വാ. നിങ്ങൾ ഒരാളെ പ്രതീക്ഷ ഞങ്ങൾ നിൽക്കുന്നു. വാ. നമ്മുടെ കളർ വരച്ചിട്ടുള്ള വണ്ടിയില്ലേ, ആ വണ്ടിയും പെയിന്റ് അടിച്ച പുള്ളിക്കാരൻ. പക്ഷെ ഒരു ദാഷമില്ല, കാശ് മേടിക്കുന്നു. അതാണ് ഏറ്റവും വൃത്തിയായിട്ട് സ്വഭാവം. പണിയെടുത്ത കാശ് മേടിക്കുന്ന വൃത്തിയായിട്ട് സ്വഭാവം നിങ്ങൾ ആദ്യം നിർത്തണം. അതുകൊണ്ട് പൈസ മേടിക്കാൻ പറ്റൂല അല്ലേ? നിങ്ങളിപ്പോ 2 പീസും കൂടെ തീർക്കുന്നതായിരിക്കും. ഫാമിലിപരമായിട്ട് പുള്ളി ഇതായതുകൊണ്ട് പുള്ളി നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ. എന്റെ വണ്ടി അല്ല, ഈ വണ്ടി ആദ്യം പണിതിറക്കിയത് ആരാ? നിങ്ങളാ? ആ പുള്ളി കേട്ടോ എന്റെ വണ്ടിക്ക് ആദ്യം ക്ലിയർ അടിച്ച എന്റെ വണ്ടി. ഐശ്വര്യമില്ല അതെന്നെ കൊണ്ടല്ല, ഇവനെ ക്ലിയർ അടിക്കുന്ന വണ്ടിയൊക്കെ വെഹിക്കിൾമാര് പിടിക്കുന്നത്. അതല്ലേ ഐശ്വര്യമായി വണ്ടി പോയിട്ട് അല്ല, ഞാൻ നിങ്ങൾ അടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുത്തെ പണിക്കാരനെ കൊണ്ടൊന്ന് ചെറുതായിട്ട് ക്ലിയർ അടിക്കും. ആ രാശിക്കടൊക്കെ മാറിക്കിട്ടെ പറയണേ. ഞങ്ങളുടെ ഞാൻ പറഞ്ഞേ വൃത്തിയായിട്ടൊരു സ്വഭാവമുണ്ട്. പണിയെടുത്ത കാശി വയ്ക്കുന്നു. ഞങ്ങൾ ഫാമിലിപരമായിട്ട് റിച്ച് ആയതുകൊണ്ട് കാശില്ല അല്ലേ? അമ്പാനിനൊക്കെ 3 ദിവസം വാങ്ങിക്കും. ഇപ്പൊ ഏത് വണ്ടി അടിച്ചോണ്ടിരിക്കണേ? 12 ബേസ് അടിച്ചു കഴിഞ്ഞില്ലേ? ഇത് അടിച്ചതിന് കേട്ടോ ഞങ്ങളുടെ വണ്ടി അടിച്ച ഇതായിരുന്നു ആദ്യം അടിച്ചത്. അതിന് ശേഷമാണ് ഞങ്ങളുടെ വണ്ടി അടിച്ചത്. ഇനിയിപ്പോ ഇതുണ്ടോ, ഇത് കുറച്ച് സാധനങ്ങൾ അടിക്കാണ്ട്, അത് മാത്രമുള്ള കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി ഏകദേശം നമ്മൾ ഫിനിഷ് ആയി. പിന്നെ അഖിലിന്റെ ഇലക്ട്രിക്കൽ വർക്ക്, ബാത്റൂം വർക്ക്, പിന്നെ അങ്ങനെയുള്ള എന്തൊക്കെ പോവാണോ? ഇവിടെ പോവാ എവിടെ പോവാ? എവിടെ പോവാ? നജീബൊക്കെ എവിടെ പോവാ? കഴിച്ച് നോക്കൂ, ഈ കാണുന്ന വണ്ടിക്ക് ഒരു ഹാൻഡിൽ മേടിക്കാണ്ട് പോകുന്നതാണ്. അപ്പൊ പുള്ളി അത് പോയി മേടിച്ചിട്ട് തൊട്ടോ കേട്ടോ. നോക്കൂ, ബിപിൻ ചേട്ടൻ പറഞ്ഞു ബിപിൻ ചേട്ടന്റെ ടീമിനെ പൊക്കി പറയണം കേട്ടോ. ഏത് രീതിയിലാണ് പൊക്കി പറയണ്ടേ? ആ, നിങ്ങളുടെ ടീമിന്റെ പേര് കോസ്മോ പെയിന്റ്സ് ആൻഡ് വർക്കേഴ്സ്. കുട്ടി വർക്ക് ആൻഡ് ആർട്ട് വർക്ക്. അല്ല, ആർട്ടല്ല,
ഗൈസ് പുള്ളി ഭയങ്കര മരക്കാരനാണ് കേട്ടോ. പക്ഷെ പുള്ളി വരച്ചൊന്നും ഇപ്പൊ നിലനിൽപ്പില്ല, എല്ലാവരും മായിച്ചു കളയുന്നു. അതാണ് അതിന്റെ ഒരു പ്രത്യേകത അല്ലേ? സത്യമല്ലേ? നിങ്ങൾ വരും കേട്ടോ. ഗൈസ് ഇവരെ ഈ കാണുന്ന ഈ വണ്ടിക്ക് ഇത് സ്പോട്ട് അടിച്ചിട്ട് കയറ്റിട്ട് കുട്ടികൾക്കും പരിപാടിയൊക്കെ ചെയ്തോണ്ടിരിക്കുക. പുള്ളിക്കാരനാണ് ശിഷ്യ. ശിഷ്യൻ എങ്ങനെയുണ്ട് ആശാന്റെ കൂടുതൽ സംതൃപ്തനാണോ? അതെ, ഈ പഞ്ചായത്തിൽ എങ്ങനെ പറ, സൗകര്യങ്ങളെ കുറിച്ച് പറ. സൗന്ദര്യത്തെ കുറിച്ച് എന്നാ പറയാനാ? ആശാനെ കുറിച്ച് 2 വാക്ക് പറ. ആശാനെ കുറിച്ച് ഇപ്പൊ പറയുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. ആശാനെ കുറിച്ച് പറയാന് പറയാനുണ്ട്. ഈ ഒരു മെമ്മറി കാർഡ് അതിന് തികയല്ല. അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങള്. ചേട്ടാ ഞാൻ അപ്പുറത്തോട്ട് പോകാം കേട്ടോ. ഞാൻ കണ്ടു തെറ്റി അഖിലി പോകും. ഇത്ര നേരം വരെ അഖിലി ഇതിന്റെ അകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഒരു ട്രാൻസ്ഫോമർ പോലെ ഫുള്ള് ലൈനുകളൊക്കെ ഇട്ട് ഫുള്ള് വലിച്ച് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ടോ. ഇതാണ് പഴയ സെൻട്രൽ ലോക്കിന്റെ സിസ്റ്റങ്ങളും സംവിധാനങ്ങളൊക്കെ കേട്ടോ. അത് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മള് പുതിയത് വെക്കുവാണ്. ഇതുണ്ടോ ഈ കാണുന്ന ഇവിടുത്തെ നോക്കൂ. അടുത്ത് അതിന്റെ പിന്നെ പഴയത് ഏതാ ഇത് തൂക്ക് നമുക്ക് 1 ലിറ്റർ എണ്ണ അടിക്കാം. 1 ലിറ്റർ എണ്ണ അടിക്കാം. നല്ല വെയിറ്റ് ഉണ്ട് ആ സാധനത്തിനോ. കിലോ ഉണ്ട്. ഏകദേശം ഈ കാണുന്ന ഇവിടുത്തെ ഈ സംഭവങ്ങളൊക്കെ ഫുൾ അഴിച്ചു മാറ്റി കേട്ടോ. പിന്നെ ഈ കാണുന്ന ഇതും കൂടെ ഉള്ളൂ. മീറ്ററൊക്കെ അഴിച്ചെടുത്തു. നമ്മള് ഞങ്ങളുടെ വണ്ടിയുടെ സാധനം തന്നെ തൂക്കിയിട്ടിട്ട് കോടീശ്വരാണ് കേട്ടോ. ഇങ്ങനെ ഒരു സാധനം വീട്ടിൽ ഇരിപ്പുണ്ട്. എന്തോ ഒരു സാധനം ഉണ്ട് വീട്ടില്. ആ ഗൈസ് നോക്കൂ, സത്യം കേട്ടോ. കുറേ സാധനങ്ങൾ വീട്ടിലുണ്ട് കേട്ടോ. കുറെ കുറെ ഇവിടെയൊക്കെ വണ്ടിയുടെ ഓരോ പാർട്സ് ആണോടാ? അവിടെ പാസ് ഒന്നുമില്ല. ബേക്കിൽ കുറച്ച് പാർട്സുകൾ ഇരിക്കുന്നത്. അത് വണ്ടിയുടെ മീറ്റർ, അടുത്ത വെക്കുന്ന സാധനങ്ങള്, അങ്ങനെ സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് ബേക്ക് ഇരിപ്പുണ്ടായിരുന്നു. എനിക്ക് ഭ്രാന്താട്ടോ. ഞാൻ രാവിലെ എടുത്ത് വേറെ വണ്ടിക്ക് കൊടുക്കും. വേറെ ഡീലാക്കിയത് അവനെ. ഇവിടെ വേറെ ട്രാവലുകാരൻ വന്നായിരുന്നു. അപ്പൊ നിന്റെ വണ്ടി എത്ര ഓടിക്കുന്നു? ഞാൻ പറഞ്ഞു 80,000. നിങ്ങളുടെയോ 8 ലക്ഷം. അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റർ ചേഞ്ച് ചെയ്തോണ്ട് എന്നോട് ചോദിച്ചതാ. ഞാൻ വേണ്ടെന്ന് വെച്ചതാ. ഇതാട്ടോ എന്റെ ECU സംവിധാനങ്ങളൊക്കെയാണ്. റെഡ് ഇത് കണ്ടോ, ഈ കാണുന്ന റെഡ് സാധനം കണ്ടോ, അതാണ് സാധനം. ECU അതുപോലെ എനിക്ക് വേറെ ഞാൻ കഴിഞ്ഞ ദിവസം ഗ്ലാസിന്റെ കേസ് പറഞ്ഞില്ലേ, അത് കമന്റ് ബോക്സിൽ എല്ലാവരും അങ്ങനെ നടക്കുന്നല്ലേ. പുതിയ ടെക്നോളജി ഞാൻ കണ്ടുപിടിച്ചു. അതായത് നമ്മുടെ വണ്ടിയുടെ ഇപ്പൊ 80,000 ഓടിയ സെയിം വണ്ടിയാണെ മറ്റേ വണ്ടിയിലോട്ട് മീറ്റർ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ തിരിയില്ല. തിരിച്ചും തിരിയില്ല. ഞാൻ വേറെ ഒരു നല്ല ഒരു ആളോട് ചോദിച്ചു മനസ്സിലാക്കിയതാ. അയാൾ എന്നോട് ഈ ട്രാവലറിന്റെ മറ്റേ ഇത് ചോദിച്ചു. അതായത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാന്നുള്ളത്. അതായത് ഈ ടോട്ടൽ ക്ലോസ് ആയ വണ്ടികളുണ്ട്, അതിന്റെ മീറ്ററിലൊക്കെ ചിലപ്പോൾ ചെറിയ കിലോമീറ്റർ ഓടി വണ്ടികളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ഈ കിലോമീറ്റർ കൂടിയ വണ്ടിയിലേക്ക് ആ മീറ്റർ മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലേ? ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയ ഒരു കേസാ അല്ലേ. അതായത് നമ്മുടെ മീറ്റർ ഇപ്പൊ മറ്റേ 80,000 കിലോമീറ്റർ ഇപ്പൊ 8 ലക്ഷം ഓടിയ സെയിം വണ്ടി ഉണ്ടെങ്കിൽ മീറ്റർ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിച്ചാന്ന് പോലും തിരിയില്ല. നമുക്ക് വിപിൻ ചേട്ടൻ കറങ്ങി നടക്കാം കേട്ടോ. വിപിൻ ചേട്ടൻ കറക്കം നിർത്തിയിട്ടെങ്കിലും പരിപാടികൾ ഞങ്ങൾ സെറ്റപ്പ് ചെയ്യട്ടെ. ഫൈനലി രാത്രി ആയിട്ടോ, ഏകദേശം സമയം 6-7 മണിയോടെ അടുക്കാറായി. അതിൽ നമ്മുടെ പുതിയ സെൻട്രൽ ലോക്ക് സെറ്റ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. ഈ കാണുന്നതാണ് പുതിയ സെൻട്രൽ ലോക്ക്. ഞെക്കിക്കേ അഖിലേ, കൈ കൊണ്ട് ഞെക്കിക്കേ. എന്ത് ചെയ്തത്? ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചതാ. ഗൈസ് നോക്കൂ, ഇതാണ് സാധനം. കണ്ടോ വർക്കായി. സെറ്റ് ആവുന്നേ ഉള്ളൂ. ഗൈസ് ഓരോന്നോരോന്നായിട്ട് പണി കഴിയുന്നുള്ളൂ കേട്ടോ. ഇന്ന് രാത്രി ഫുൾ ഇതിലല്ലേടാ 9 മണി വരെ ബാത്റൂമിൽ നിന്ന് ബാക്കിയുള്ള പണിയൊക്കെ കഴിച്ചിട്ടാണ്. സമയം രാത്രി എന്താ പറയുക, അതായത് നമ്മുടെ വണ്ടിയുടെ പരിപാടി ഇപ്പം ഇച്ചിരി സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. കാരണം ഇവിടെ ഒരു വണ്ടിയുടെ പണി നടക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് വേറൊരു വണ്ടിയുടെ പണി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് അകല് പോയേക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് നേരത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വരുമെന്നാട്ടോ പറഞ്ഞേ. കാഴ്ച നോക്കൂ, ലിബി വണ്ടി കൂട്ടുക കേട്ടോ. ഞങ്ങൾ ഭക്ഷണം കഴിക്കാണ് പോവാ. രാത്രി വെള്ളം കുടിക്കാൻ പോവാം. വെള്ളം കുടിക്കാൻ പോവാം. നജീബ് രാത്രിയിൽ വണ്ടിപ്പരിപാടി കേട്ടോ. ഞങ്ങളുടെ ആകാശത്തിന്റെ മേളിൽ കൂടെ ഫ്ലൈറ്റ് എതിരെ പോകുന്ന ആ ബ്ലിങ്കർ കാണാം കേട്ടോ. ആ ബ്ലിങ്കർ മാത്രമേ കാണാം. നമ്മളിട്ട പ്രശ്നം ആകാശത്തിലും ഇട്ട ഒരു പ്രശ്നമില്ല. അതിനടാ നോക്കൂ, ഈ കാണുന്ന ഇവിടെ ട്രാവലർ പണിയുന്നുണ്ട്. 2 ട്രാവലർ ഈ കാണുന്ന ട്രാവലർ പണിയുന്നിടത്താണ് അഖിലവിടെ കുടുങ്ങി. അതുകൊണ്ട് ഞങ്ങളുടെ വണ്ടിയുടെ പണി അവിടെ ഡിലേ ആയിട്ടോ. ഗൈസ് നോക്കൂ, ഫൈനലി ഇപ്പോഴും നമ്മുടെ വണ്ടിയുടെ പണിയും കാര്യങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് നോക്കൂ, നാളെ എന്തായാലും നമ്മുടെ വണ്ടിയുടെ പരിപാടി ഓൾമോസ്റ്റ് തീരുമാനമാവും. ഗൈസ് നോക്കൂ, ഞങ്ങൾ വീണ്ടും വണ്ടി കയറി വീണ്ടും ഞങ്ങൾ രാത്രിയിൽ അങ്ങോട്ട് പോകും വണ്ടി പണിയുന്നിടത്തോട്ട്. ഗൈസ് നോക്കൂ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് അവസാനിക്കണം. വീണ്ടും മറ്റൊരു വീഡിയോ കാണാൻ ഗുഡ് ബൈ. അതാണ്